പ്രൈസ് ലോർഡ്. എൻ്റെ കഥയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് എല്ലാ പ്രിയമുള്ളവരും പ്രാവശ്യത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി കടന്നു വരുവാന്ന് കൊണ്ടുവരുന്ന ഇന്ന് സാവകാശത്തിനായി സ്തോത്രം. ഞങ്ങളെ നടുവിലേക്ക് അവിടെ നിന്ന് അയച്ചിരിക്കുന്ന അവിടുത്തെ മകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന കർത്താവ് തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീയ ബലത്തിന് കാരണമായി തീരണം. എല്ലാ ദൈവമക്കളെയും ഇത് വാച്ച് ചെയ്യുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് ലോകത്തിൽ ഭാഗത്തു നിന്നിട്ട് ഇതെല്ലാവരെയും സഹായിച്ചാട്ട് പ്രാർത്ഥിച്ചാതിപ്പിക്കുന്ന സമയം മുതൽ ഞങ്ങളുടെ ബെനിഡിക്ഷൻ വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം, അനുഗ്രഹമാക്കി മാറ്റണം. വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. സ്തോത്രം. യേശുക്രിസ്തു മൂലതാഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്ന കോട്ടയത്ത് നിന്ന് പ്രിയ സിസ്റ്റർ മായ തമ്പാനാണ്. നമ്മൾ സ്നേഹത്തോടെ എൻ്റെ കഥയിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. സുഖമായിട്ടിരിക്കുന്നേ? കോട്ടയത്ത് ജോയിൻ ചെയ്തേക്കുന്നല്ലയോ? പ്രോപ്പർ കോട്ടയം തന്നെ ആണോ അതോ ടൗണിൽ തന്നെ? ഓക്കെ സിസ്റ്റർ, കുറച്ച് നാളുകൾക്ക് മുമ്പ് മുതലേ എനിക്ക് മെസ്സേജസ് ഒക്കെ ഇടുമായിരുന്നു ആസാദിയുടെ പ്രയർ ലൈൻ നമ്പറിൽ. അങ്ങനെ സിസ്റ്റർ നേരത്തെ മുതലേ പരിചയപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്ക് പെട്ടെന്ന് തോന്നി സിസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് നമ്മുടെ ചാനലിലൂടെ ഒന്ന് കൊണ്ടുവരണം എന്ന്. അനുഭവങ്ങളുണ്ടല്ലേ? ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ പറയാൻ മാത്രം അനുഭവം ഇല്ല സത്യത്തിൽ. ഇവിടെ സാധാരണ ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ പോലെ ഇത് ചെറിയൊരു സാക്ഷ്യമാണ്. അതെ, പക്ഷേ നമുക്ക് ചെറുതാണെന്ന് തോന്നുമെങ്കിലും എല്ലാ സാക്ഷ്യങ്ങളും വ്യത്യസ്തമാണ്. കർത്താവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ലേ? അതുകൊണ്ട് നമ്മുടെ എല്ലാ സാക്ഷ്യങ്ങളും കർത്താവിന്റെ മുമ്പിൽ കർത്താവിന്റെ പ്രവൃത്തിയുടെ മഹത്വത്തിന്റെ സാക്ഷ്യങ്ങളാണ്. ജനിച്ചു വളർന്നൊക്കെ എവിടെയാ? കോട്ടയത്ത്. എന്റെ വീടും കോട്ടയത്താ, ഹസ്ബൻഡിന്റെ വീടും കോട്ടയത്താ. ശരി. ശരിക്കും എന്റെ അച്ഛന്റെ വീട് കോതമംഗലമാണ്. അച്ഛൻ തീരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അതിന് മുന്നേ തന്നെ ഒരു വയസ്സിൽ അവർ സെപ്പറേറ്റഡ് ആയിരുന്നു. ഞാൻ വളർന്നതെല്ലാം കോട്ടയത്ത് തന്നെയാണ്. ഓക്കെ. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയായിരുന്നു? മാതാപിതാക്കളെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ. ഹിന്ദു കുടുംബത്തിലാണ് ജനിച്ചത്. അമ്മച്ചി മരിച്ചു ഇയാള് 1 വർഷം മുന്നേ. ചേച്ചി മാത്രമേ ഉള്ളൂ. ഇനി ചേച്ചി മസ്കറ്റില്. അത് രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്. ശരിക്കും അമ്മാവന്മാരാണ് വളർത്തിയതെന്ന് പറയുന്നത്. അമ്മ വീട്ടിലാണ് വളർന്നത്. ശരി. അപ്പം ഒരു ഹിന്ദു പശ്ചാത്തലത്തിൽ ജനിച്ചു, എന്നാൽ ഇന്ന് കർത്താവിനെ വിശ്വസിക്കുവാനും പിൻപറ്റുവാനും ഒക്കെ കഴിയുന്നല്ലേ? അതെ അതെ. ഇത്ര വലിയ സ്നേഹം, ദൈവത്തിന്റെ വലിയ സ്നേഹം അറിയാൻ കഴിഞ്ഞത് അത് ഏറ്റവും വലിയ അനുഗ്രഹം ലോകത്ത് ജീവിതത്തിൽ. ഭാഗ്യമെന്ന് പറയുന്നത്. അതെ 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 അതെ. ഒത്തിരി ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി, സഭാപരമാകുന്ന അനുഭവങ്ങള്, അതെല്ലാം പറയണം കേട്ടോ. ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിലേ ഞങ്ങൾ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. അപ്പം സിസ്റ്റർ അനുഭവങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ഇരിക്കുക. പറയും കേട്ടോ, കണ്ടിന്യൂ ചെയ്യാ. ആദ്യമേ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത്ര നല്ലവനായ ദൈവത്തെ രുചിച്ചറിയാനായിട്ട് അവിടുന്ന് എന്നെ വിളിച്ച് വേർതിരിച്ച വലിയ കൃപയോർത്ത് നന്ദി പറയും. ഈ വലിയൊരു പ്ലാറ്റ്ഫോമിൽ എന്നെ സാക്ഷ്യം പറയാനായിട്ട് വിളിച്ചതിനും ദൈവത്തിന് നന്ദി പറയുന്നു. പാസ്റ്റർക്കും നന്ദി പറയുന്നു. സിസ്റ്റർ സാൻഡിക്ക് നന്ദി പറയുന്നു. ഞാൻ ജനിച്ചത് ഒരു ഹിന്ദു കുടുംബത്തിലാണ്. എൻ്റെ അപ്പന് ഒരു വൂണ്ടഡ് ചൈൽഡ്ഹുഡ് ആയിരുന്നു ആക്ച്വലി. എന്ന് വെച്ചാൽ എൻ്റെ അപ്പന് തീരെ കുഞ്ഞായിരുന്നപ്പോഴേ എന്നെ ഇഷ്ടമില്ലായിരുന്നു എന്ന് കേട്ടാ ഞാൻ വളർന്നത്. ഒരു ഓർമ്മ വെച്ച പ്രായം തൊട്ട് കേൾക്കുന്നത് അപ്പന് ഇഷ്ടമില്ല, ഉപദ്രവിക്കുമായിരുന്നു, പടിയേരുന്ന തൊഴിച്ച് താഴെ ഇടുമായിരുന്നു, ഇങ്ങനെയൊക്കെ. 1 വയസ്സ് വരെ കൂടെ നിന്നുള്ളൂ. പക്ഷെ ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതുകൊണ്ട് മനസ്സിൽ എപ്പോഴും വിഷമായിരുന്നു. അമ്മ വീട്ടുകാരുടെ ചായലുണ്ടായതുകൊണ്ട് ചേച്ചിയെ വലിയ ഇഷ്ടമാണ്, എന്നെ താല്പര്യമില്ലായിരുന്നു. അപ്പൊ ശരിക്കും ആ ഒരു മൂടി വളർന്ന് ഒരു 2-3 വയസ്സൊക്കെ ആയപ്പോ അമ്മയുടെ ചേച്ചി ചിങ്ങവനത്തുണ്ട്. അവര് കുവൈറ്റില്ല. അവര് 1950s കുവൈത്തിൽ കെട്ടിച്ചു വിട്ടാ. അപ്പൊ അവര് അവിടെ ആയതുകൊണ്ട് അമ്മയും ഞാനും എല്ലാം കൂടെ അച്ഛൻ പിണങ്ങി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ തറവാട്ടിൽ വന്ന് നിൽക്കുക. തറവാട്ടിൽ അമ്മയൊക്കെ 12 പേരാ. അതുകൊണ്ട് എപ്പോഴും നിറച്ച ആൾക്കാരാണ്. പ്രസവിക്കാൻ ഓരോരുത്തർ 9 പെണ്ണുണ്ട്. അങ്ങനെയൊക്കെ ആയപ്പോ ഞങ്ങള് ചിങ്ങവനത്തെ വീട്ടിലോട്ട് എന്നെ കുഞ്ഞിലെ തന്നെ അങ്ങ് മാറി. അത് കഴിഞ്ഞ് അവര് പെട്ടെന്ന് അവിടുത്തെ ജോലി റിസൈൻ ചെയ്ത്, പുള്ളി കേസിലായിരുന്നു, പുള്ളി ജോലി റിസൈൻ ചെയ്ത് ഈ ഹസ്ബൻഡുമായിട്ട് താമസിക്കാൻ വന്നു. അപ്പൊ എന്റെ അമ്മ ഇങ്ങനെ തിരിച്ചു പോന്നു. പക്ഷെ എന്നെ അവിടെ നിർത്തി. അവരുടെ പിള്ളേരൊക്കെ ബോർഡിങ്ങിലാണ്. അപ്പൊ എന്നെ കൂടെ നിർത്തിയിട്ടാ പോന്നെ.
അതുകൂടെ വന്നപ്പം എന്റെ ചൈൽഡ്ഹുഡ് മുഴുവനും കരച്ചിലായി തീർന്നു. എന്ന് വെച്ചാല് അമ്മയായിരുന്നു എപ്പോഴും ഞാൻ ഇങ്ങനെ പുറകെ നടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അമ്മയും കൂടി ഇട്ടിട്ട് പോകുന്നപ്പം ആ 4 വർഷം അവിടെ നിന്നുള്ള ആ 4 വർഷം എനിക്ക് ഒരു രാത്രി പോലും ഞാൻ കരയാതെ കിടന്നു. ഭയങ്കര പേടിയും ഒരു ഇൻസെക്യൂർ ഫീലിംഗും, രാത്രി കിടന്ന് ഉറങ്ങത്തില്ല. അവരെ ചിലപ്പോൾ അവരെ പോയി ശല്യം ചെയ്യും കൊത്തി. അമ്മയുടെ ചേച്ചിക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാത്രിയിൽ ഉറക്കമില്ലാതെ ഒരു മൂണ്ടലായിരുന്നു ഞാൻ എപ്പോഴും. ഞാൻ ആരുടെയൊക്കെ നടുക്കിരുന്നാൽ ഞാൻ ഒരു ലോൺലി ആയിട്ട് ഇങ്ങനെ ഒരു ഐസൊലേറ്റഡ് ആണ് എന്റെ ഹൃദയത്തിൽ. അപ്പടി വേദനകളും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ വരും, അച്ഛൻ ഞങ്ങളെ എന്തെങ്കിലും വന്ന് തിരിച്ചു കൊണ്ടുപോകും. ഈ ഒരു വലിയ പ്രതീക്ഷയിലാ ജീവിക്കുന്ന മുഴുവൻ. ഞാൻ ലെറ്ററൊക്കെ എഴുതും, അമ്മ എന്നെ കൊണ്ട് അമ്മച്ചി ലെറ്ററൊക്കെ എഴുതിക്കും. അങ്ങനെ ഇന്ന് വരും. പിന്നെ പള്ളികളിലും അമ്പലങ്ങളിലും എല്ലാം എന്റെ അമ്മച്ചി പോയി മെഴുതി കത്തിക്കുകയും തിരിച്ചു വന്ന് കൊണ്ടുപോകാൻ വേണ്ടി. പക്ഷെ അച്ഛൻ കൊണ്ടുപോകാൻ വന്നില്ല. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നുന്ന ഞാനൊരു 5 വയസ്സ് വല്ലതും കാണുമായിരിക്കും. എനിക്കിതൊന്നും കറക്റ്റ് സമയങ്ങളൊന്നും അറിയത്തില്ല. എനിവേ അന്നേരം മരിച്ചു എന്ന് വന്നു, ആക്സിഡന്റ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നു. മരണം കണ്ടിട്ടും എനിക്കങ്ങനെ സങ്കടമൊന്നും വന്നില്ല. എന്ന് വെച്ചാല് എന്നെ ഇഷ്ടമില്ലായിരുന്ന ഒരാളെന്നല്ലേ കേട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ അമ്മയും ചേച്ചിയും കരയുന്ന കണ്ട് ഞാൻ കൂടെ കരഞ്ഞു. പക്ഷെ എനിക്ക് അറിയത്തില്ല എന്തുവാ. എനിവേ തിരിച്ചു വന്ന് വീണ്ടും എന്നെ ഒരു 4ാം ക്ലാസ് വരെ ഇവിടെ പഠിപ്പിച്ചിട്ട് അത് കഴിഞ്ഞപ്പോ എന്നെ തിരിച്ച് തറവാട്ടിലോട്ട് തന്നെ കൊണ്ടുവന്നു. ഇവിടെ വന്നിട്ടും അവിടെ ആരും പോലും ഞങ്ങളോട് ഒരു ഇതും കാണിച്ചിട്ടില്ല. അമ്മായിമാരോ എല്ലാവരും നല്ലവരായിരുന്നു. പക്ഷേ എനിക്ക് അപ്പനില്ലാത്തതിന്റെയും ഒരു സ്വാതന്ത്ര്യത്തോടെ എന്തെങ്കിലും എടുക്കാനും എല്ലാം എനിക്ക് ചേച്ചി പോലും അങ്ങനെയല്ലായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ എല്ലാം കൊട്ടപ്പടി വാങ്ങിച്ചു വെച്ചാൽ എടുത്ത് കഴിക്കാൻ പോലും അന്ന് ചെറിയ പ്രായത്തിൽ ഭയങ്കര വിഷമമായിരുന്നു. ആരുമില്ല എന്നുള്ള ഒരു തോന്നലും ഒക്കെയാണ്. എന്റെ അമ്മയാണെങ്കിൽ അച്ഛനും ഉണ്ടായിരുന്ന സ്ഥാനമൊക്കെ വിറ്റുകൊണ്ടെന്നെങ്കിലും ഒന്നും കൈ നിന്നില്ല. പിന്നെ അമ്മ അങ്ങ് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കാനുള്ള 2 പിള്ളേരിലേക്ക് എത്തിച്ചു വിടണം. ഞങ്ങൾക്കാണ് ഒത്തിരി സ്വർണ്ണമൊക്കെ കൊടുക്കുന്നത്. അപ്പൊ സ്വർണം ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള തത്രപ്പാടില് ആരുടെയും ഒരു അമ്മച്ചി ഭയങ്കര സ്നേഹമുള്ള ആളുമാണ്. പക്ഷെ ഒരു രാളനോ സ്നേഹം ഒന്നും കിട്ടാത്ത ഒരു ചൈൽഡ്ഹുഡ്. അവർ 5-ലൊക്കെ പഠിക്കുമ്പോ ഞാൻ അമ്മച്ചി ചെയ്യുന്ന എല്ലാം, അമ്മച്ചി വെളുപ്പിനെ പ്രാർത്ഥിക്കും, അമ്മച്ചി ഷഷ്ടിവ്രതം എടുക്കും. അപ്പൊ ഞാനും പട്ടിണി 6 കുരുമുളകും 1 ഗ്ലാസ് വെള്ളമൊക്കെ ഷഷ്ടിവ്രതത്തിന് അന്ന് കഴിക്കത്തുള്ളൂ. അത് കഴിച്ച് ഞാൻ സ്കൂളിൽ പോകും. തിരിച്ചു വരുമ്പോ അവശതയാവും. ഇത് വന്ന ഉടനെ കരഞ്ഞോണ്ട് കിടപ്പാണ്. രാത്രി മുഴുവൻ കരച്ചിലാവും വിശത്തിട്ട്. അത് വെളുപ്പിനെ തന്നെ അവശത എടുത്തുകൊണ്ട് പോയി വേണം കുളിപ്പിച്ച് കഞ്ഞി കുടിപ്പിക്കാനൊക്കെ. അങ്ങനെ എല്ലാ വ്രതങ്ങളും നോയമ്പും. ചെറുപ്പത്തിലേ എനിക്ക് ഭക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടദൈവങ്ങളും ഉണ്ടായിരുന്നു. ഒരു പേര് ഞാൻ പറഞ്ഞത് അവരുടെയൊക്കെ ബുക്ക് എടുത്ത് വെച്ച് വായിക്കും. റിലീജിയസ് ബുക്സ് ഒന്നും അധികം ഞാൻ പഠിച്ചിട്ടില്ല, മഹാഭാരതങ്ങൾ. പക്ഷെ രാമായണം ഒക്കെ എന്നെ കൊണ്ട് എന്റെ അമ്മയുടെ ചേച്ചി വായിപ്പിക്കുമായിരുന്നു ചെറിയ പ്രായത്തിൽ. അങ്ങനെ നല്ല ഭക്തി വളർന്നു. ഈ 5 പഠിക്കുമ്പോഴും എന്നെ കർത്താവ് ആഗ്രഹിച്ചിരുന്നു. അതാണ് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മേരിക്കുട്ടി എന്ന് പറഞ്ഞ CSI കാരിയാണ്. പക്ഷെ പുള്ളിക്കാരി എന്നോട് എപ്പോഴും പറയും, ചെയ്യുമായ നിന്നെ യേശു സ്നേഹിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ വന്ന് മുട്ടുന്നുണ്ട്, ഇങ്ങനെയൊക്കെ അവള് പറയും. ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ പഠിക്കാനിരിക്കുമ്പോ എന്റെ മനസ്സിങ്ങനെ തോന്നുന്നു, എന്തിനാ യേശു എന്നെ മുട്ടുന്നത്? എനിക്ക് ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ ഇഷ്ടം പോലെ. പക്ഷെ അന്നൊന്നും ഞാൻ ചെവി കൊടുത്തില്ല. അത് അങ്ങനെ പോയി ഒരു 10ാം ക്ലാസ് ഒക്കെ ആയപ്പോ അപ്പടി ബുക്സ് വായനയും ഇങ്ങനെ അങ്ങനെ മാഗസിനും ഒക്കെ ആയിട്ട് ബുക്സ് ലൈബ്രറി പോയി ബുക്കൊക്കെ വായിച്ച് ശരിക്കും നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ വലുതായപ്പോ എന്തുകൊണ്ടോ എന്റെ പഠിത്തത്തിലും ഒക്കെ ഞാൻ പുറകോട്ട് പോയി. അത് കഴിഞ്ഞ് കോളേജിലായപ്പോൾ കോളേജിൽ ചേർന്ന് ഫസ്റ്റ് ഇയർ ഒക്കെ ഞാൻ പ്രീ ഡിഗ്രി ഹോസ്റ്റലിൽ തന്നെ അമ്മ പഠിക്കാനാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് വരുമ്പോൾ ഞാനൊരു ഷോർട്ട് കട്ട് എടുത്ത കോളേജിലോട്ട് കൊണ്ട് മെയിൻ റോഡിൽ കൂടെ പോയ ഒത്തിരി ആൾക്കാരെ ഫേസ് ചെയ്യാം. എനിക്ക് അതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഏറ്റവും ചെറിയൊരു ഇടവഴി എടുത്ത് അത് എന്റെ ഇപ്പോഴത്തെ എന്റെ ഹസ്ബൻഡിന്റെ വീടിന്റെ വാതിക്കൽ കൂടാ. എനിക്ക് 17 വയസ്സാണ്. എന്റെ ഹസ്ബൻഡ് പറഞ്ഞാൽ ഞങ്ങള് വീടുകൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട്. എന്റെ അങ്കിളിന്റെ എന്റെ അമ്മയുടെ ഇളയ ആങ്ങള പുള്ളിയുടെ വലിയ ക്ലോസ് ഫ്രണ്ടാ. ചെറുപ്പം തൊട്ട് ഒന്നിച്ച് പഠിച്ചൊക്കെ ഫ്രണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അറിയാം. ഇപ്പൊ ഞാൻ അതിൽ പോകുമ്പോ എപ്പോഴും എന്തെങ്കിലും വർത്താനം പറയും. ഇങ്ങനെ ഗ്രാജുവലി അതൊരു അടുപ്പത്തിലോട്ട് പോയി. ആക്ച്വലി എനിക്കിങ്ങനെ പ്രേമിച്ച് കേട്ടതോരോടൊപ്പം ഭയങ്കര പുച്ഛമായിരുന്നു. പക്ഷെ എങ്ങനോ അറ്റ്ലാസ്റ്റ് ഞാനും അതിനകത്ത് പെട്ടു. അത് കഴിഞ്ഞ് സ്നേഹിച്ചിട്ട് എനിക്കറിയാം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്റെ ഉള്ളിൽ വിളിച്ച്. എന്റെ അമ്മയുടെ ആങ്ങളമാരെന്ന് പറഞ്ഞാൽ ആയിരിക്കുന്ന സ്ഥലത്ത് അവരെ എല്ലാവർക്കും പേടിയാണ്. മൂത്ത ആൾക്കാരെ ഇളയ ആളെ ഉള്ളു ഞങ്ങൾ വർത്താനം വരാം. അവരുടെ പുറകില് കഥകിന്റെ പുറകിലെ ഞങ്ങൾ പോയി നിൽക്കത്തോട് വിളിച്ചാൽ ഒരിക്കലും ആരും അവരുടെ മക്കളും മുന്നിൽ പോകത്തില്ല. എല്ലാവർക്കും പേടിയാ. വഴിയെ പോയ ഒരു മനുഷ്യന് ഞങ്ങളെ മുഖത്ത് നോക്കത്തില്ല. എന്നാന്ന് വെച്ചാല് ഇത് ഇന്നടത്തെ കൊച്ച അമ്പലത്തെ അല്ലെ ചന്തക്കടയിലെയാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാ. ഒരു 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 നിസ്സാര ഒരു
നമ്പർ പ്ലേറ്റ് മാറ്റി വെക്കാൻ വന്ന ഒരു മനുഷ്യൻ, ഞാൻ 5 പഠിക്കും. അങ്ങനെ ഞാൻ എന്റെ ഈ അങ്കിളുടെ വീട്ടിൽ നിന്ന് അടുത്ത അമ്മാവന്റെ വീട്ടിലോട്ട് കാണിക്കാൻ പോയപ്പോ വഴി വെച്ച് രണ്ടാമത്തെ ആള് പുള്ളി കണ്ടു. ഉടനെ എന്നോട് പൊക്കോളാൻ കൈകൊണ്ട് കാണിച്ചു. ആ മനുഷ്യനെ വിളിച്ചടിച്ചു. എന്തിനാണെന്നറിയാം, എന്നോട് അതിനെ കൊച്ചു വെച്ചു, ഒരു കുഞ്ഞു ഷോർട്ട് സ്കേർട്ട് ഇട്ട് എന്നോട് എന്തിനാ മിണ്ടിയെന്ന്. പുള്ളി എന്നോട് എന്തോ ആ നമ്പർ പ്ലേറ്റ് വെക്കാൻ വന്ന മനുഷ്യൻ അത് അമ്മാവനാണോന്ന് എന്തോ ചോദിച്ചതേ ഉള്ളൂ. അത്ര എല്ലാവർക്കും 9 പെങ്ങന്മാരെയും പേടിപ്പിച്ച് വിറച്ച് വളർത്തി കെട്ടിച്ചു വിട്ട് ആരും ഒരു കുഴപ്പമുണ്ടാകില്ല. ഞാനാണ് ഫസ്റ്റ് അവിടുത്തെ കൾപ്രിറ്റ്. അപ്പൊ അങ്ങനെ അന്ന് കോളേജിലായി ഞങ്ങൾ സ്നേഹിച്ചു. പക്ഷെ എനിക്ക് എന്തോ 2 വർഷത്തോളം ഇങ്ങനെ ഫോണിൽ മിണ്ടുകയൊക്കെ ചെയ്തു. അപ്പോഴും എന്റെ ഉള്ളില് ഒരു പടംബലി, ഞാൻ ഒരാളെ ഇങ്ങനെ വിളിച്ചു മിണ്ടി ഇത്ര അടുത്തു. പള്ളികളിലാണ് ഞങ്ങളുടെ മീറ്റിംഗ് പ്ലേസ്. അങ്ങനെയൊക്കെ കാണുകയൊക്കെ ചെയ്തു. ഇനി വേറൊരാളെ കെട്ടിയാൽ അത് ഭയങ്കര പാവാന്നൊരു തോന്നല് മനസ്സിലെപ്പോഴുണ്ട്. ലാസ്റ്റ് എനിക്ക് 18 കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ തമ്പാന ഓഫീസിൽ, തമ്പാന ഞാൻ തമ്പുരാനാണ് വിളിക്കുന്നത്, തമ്പുരാന് ആ രജിസ്റ്റർ ഓഫീസ് മുഴുവൻ ഒരു ഫ്രണ്ടിനെ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ കോളേജിൽ നിന്ന് ഓട്ടോ എടുത്ത് പോയി. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡിഗ്രി ഫൈനൽ ഇയർ ആയപ്പോൾ ഞാൻ തമ്പുരാനോട് ഇറങ്ങി പോന്നു ശരിക്കും പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങളെ ആദ്യം ഹിന്ദു ആചാരപ്രകാരം 3 കല്യാണമാണ്, രജിസ്റ്റർ മാരേജ് ഒന്ന് നടന്നു. പിന്നെ ഹിന്ദു ആചാരപ്രകാരം ഇവിടെ ഒരു ഹോളിൽ കോട്ടയത്ത് നടത്തി. അത് ഞങ്ങളുടെ വീട്ടുകാര്. ഇതിനൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി. ലാസ്റ്റ് നടത്തി തന്നു. അത് കഴിഞ്ഞ് പള്ളിയില്, പെരുമ്പള്ളി പള്ളിയില് പിന്നെ മൂറോനൊക്കെ പൂശി. അങ്ങനെ പെരുമ്പള്ളി തിരുമേനി എന്ന് പറഞ്ഞ പുള്ളിയാണ് ഞങ്ങളെ അവിടെ കെട്ടിച്ചു. താജ് മലബാറിന്റെ ഒരു ചെറിയ റിസപ്ഷൻ. അത് ഇവരുടെ വീട്ടുകാർ മാത്രം, എന്റെ വീട്ടിൽ നിന്ന് ആരുമില്ല. എനിക്ക് പെരുമ്പള്ളിയിൽ ഒരു ഭയങ്കര ഒരു ഹേർട്ടിങ് അനുഭവം പെരുമ്പള്ളി തിരുമേനി അവിടെ ഉണ്ടായി. പക്ഷെ അത് ഞാൻ ഈ ഇതിൽ പറയുന്നില്ല. ഇനി അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഈ പാരന്റ്സ് ഒക്കെ നല്ല ആൾക്കാരാണ്. തമ്പുരാന്റെ പാരന്റ്സും ആൾക്കാരും എല്ലാം നല്ല എഡ്യൂക്കേറ്റഡും. അവർ എന്നെ ഒരിക്കലും ഒരു കാര്യത്തിലും മാറ്റി നിർത്തുവോ ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷേ വന്ന് പിറ്റേ ദിവസം പുള്ളിക്ക് ഒത്തിരി ഫ്രണ്ട്സാണ്, ഭയങ്കര ഫ്രണ്ട്സിനോട് ഭയങ്കര. അപ്പൊ ഏറ്റവും ക്ലോസ് ഫ്രണ്ടിന് ബഹ്റൈനുള്ള ഒരു പുള്ളി, ആ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം. പുള്ളിയായിട്ട് പിറ്റേ ദിവസം രാവിലെ അങ്ങ് തിരുമേറ്റി പോയി, എന്നെ ആ വീട്ടിലിട്ടിട്ട്. അപ്പൊ എനിക്ക് അപ്പൊ തൊട്ടേ എന്റെ മനസ്സ് അങ്ങ്. പിന്നെ രാത്രി വരെ ഞങ്ങൾ വൈകിട്ട് സിനിമയ്ക്ക് പോയി അങ്ങനെയൊക്കെ ആയിട്ട് തിരിച്ച് രാത്രി 12 വരുമ്പോ ആള് വന്നിട്ടുണ്ട്. അത് എന്നോട് ഇങ്ങനെ പറയുമല്ലോ, പുള്ളി നിർബന്ധിച്ച് തിരിച്ചു പോകാനല്ലേ ചിലപ്പോ ഞങ്ങൾ വീടുമായിട്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഒരു ചിന്ത അപ്പൊ തൊട്ടേ എനിക്കങ്ങ് ഇത് വേണ്ടായിരുന്നു, എന്നോട് സ്നേഹം ഇല്ല, ഇങ്ങനെയൊക്കെ ഒന്ന് തോന്നലായി. ആക്ച്വലി ഇതിനെല്ലാം റീസൺ പുറകിലുണ്ട്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് എന്തെങ്കിലും കുഴപ്പമില്ല. അന്ന് തൊട്ട് ഇങ്ങോട്ട് പിന്നെ ഒരു 3 മാസം കൂടുമ്പോ ഈ പുള്ളി വരും. അന്നേരം ടൂർ പോവും. അത് സിംഗപ്പൂർ, ബാങ്കോക്ക്, അമേരിക്ക, ഇങ്ങനെ ഫ്രണ്ട്സ് കൂടി ഇങ്ങനെ നടക്കും. എനിക്ക് അതിനിടെ ഞാൻ വന്ന ഉടനെ തന്നെ മൂത്ത ആളുണ്ടായി. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി എന്റെ കൊച്ചിനോടുകൂടി. അപ്പൊ എന്റെ ഈ ഹേർട്ടും ഈ ഫീലിങ്സും എല്ലാം കുഞ്ഞുങ്ങൾ ഇച്ചിരിയൊക്കെ സഫർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ അധികം ബൈബിളൊന്നും വായിക്കില്ല. ഞാൻ അമ്പലത്തിലും പോവും, പള്ളിയിലും പോവും. അതിനൊന്നും എന്നെ ആരും തടുക്കത്തൊന്നുമില്ല. എന്റെ ഹസ്ബൻഡിന് സിസ്റ്ററിനാണ് ഒരേ ഒരു കുഞ്ഞേ ഉള്ളായിരുന്നു. അതിന് ഉണ്ടാകാൻ അതിനെ വരെ ഞങ്ങൾ പളനി കൊണ്ട് മുട്ടയടിക്കുകയും അതിന് പോലും തമ്പുരാന്റെ പാരന്റ്സ് ഒന്നും എതിരൊന്നും പറഞ്ഞില്ല. ഞാൻ കൊണ്ടുവന്ന നേർച്ചാഴ്ചകളൊക്കെ അവര് കഴിക്കും. അങ്ങനെ ഒരു ഇതും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ഞാൻ ബൈബിൾ എടുത്ത് വെച്ചു, ചുമ്മാ വായിക്കാൻ തുടങ്ങി. എല്ലാം പുണ്യ ഗ്രന്ഥം അല്ലെ, എന്തെങ്കിലും കിട്ടും എന്നൊരു വിചാരത്തില് ഓരോ വെറൈസ് വരുമ്പോ ഇങ്ങനെ വായിക്കും. എനിക്ക് ഒന്നും മനസ്സിലാകത്തില്ല ശരിക്കും പറഞ്ഞാൽ. പഴയ നിയമം കുറച്ചൊക്കെ മനസ്സിലാവും, ദാവീദിന്റെ കഥകളൊക്കെ. അപ്പോഴും ഞാൻ നോക്കും ഇതെന്നെ പണ്ട മനുഷ്യനാണ്, ഇങ്ങനെ എന്തോ ദൈവം സ്നേഹിച്ചെന്നൊക്കെ എനിക്കത് വായിക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാന് സങ്കീർത്തനം വായിക്കും. ഈ പുതിയ നിയമം വായിച്ചാൽ ഇച്ചിരിയൊക്കെ സുവിശേഷം മനസ്സിലാവും യേശുവിനെ കുറിച്ച്. പക്ഷെ എനിക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനങ്ങൾ ഒരു വക എനിക്ക് മനസ്സിലാകത്തില്ല. ഞാനിങ്ങനെ വായിക്കുമ്പോ പൗലോസ് എഴുതിയിരിക്കുന്ന എനിക്ക് എന്റെ നിജപുത്രനായ തിമോത്തി. അപ്പൊ ഞാൻ ഓർക്കുക, ഇങ്ങേർക്ക് ഒരു മകനുണ്ട്, കെട്ടിയിട്ടില്ല, അതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അപ്പൊ ഒരു മകനുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വായിച്ച് അവസാനം വരുമ്പോ വായിക്കുക, എനിക്ക് ജയിലിൽ വെച്ച് ജനിച്ച നേഴ്സിനേഴ്സിന് വേണ്ടി ഞാൻ നിന്നോട്. അപ്പൊ ഞാൻ കുഞ്ഞുപോ ഇങ്ങേർക്ക് ജയിലിൽ വെച്ചൊരു മകനുണ്ടായോ, ഇതെന്തുവാ വീണ്ടും ജനനം കാര്യം നമ്മൾ ആരും പറഞ്ഞു പോലും കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ജഡത്തിലാണ് ബൈബിള് വായിക്കുന്നത്. പലതും എനിക്ക് കോൺട്രഡിക്ഷനും പഴയ നിയമത്തിലെ ഈ മറ്റു ദൈവങ്ങളോടുള്ള ഈ ദൈവത്തിന്റെ ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഞാൻ എന്തൊരു നാരോ മൈൻഡഡ് ദൈവമാണ് ഞങ്ങളുടെ ദൈവമാണെങ്കിൽ സർവ്വരെ സ്വീകരിക്കും. ഞങ്ങൾ മുസ്ലിം പള്ളിയിലും പോവും, ഹിന്ദുവിന്റെയും പോവും, ക്രിസ്ത്യന്റെയും പോവും, ആരോട് പ്രാർത്ഥിക്കുന്നതിന് ഒരു തടസ്സവും. പക്ഷെ ഈ ദൈവം അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് പഴയ നിയമത്തിൽ പറയുന്നതെല്ലാം എനിക്ക് ഭയങ്കര ഹേർട്ടിങ് ആയിട്ട് തോന്നി. എന്നാലും ഞാൻ കൂടുതൽ ബൈബിള് വായിക്കുകയായിരുന്നു. ഈ സമയത്ത് തമ്പുരാന്റെയാണ് ഓരോ ദിവസവും ചെല്ലും തോറും ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുക. ഒന്നാമെ ഞാൻ വീട്ടിൽ എപ്പോ വന്നാലും വഴക്കാണ്, ഡ്രിങ്ക്സ് എടുക്കുമായിരുന്നു.
ഒരുമാതിരി നല്ലതായിട്ട് എടുക്കും. പക്ഷെ അങ്ങനെ ഭയങ്കര ബഹളം വെക്കുവോ വഴക്കുണ്ടാക്കുകയോ ചെയ്യത്തില്ല. പക്ഷെ ലേറ്റ് ആയി വരും, ലേറ്റ് ആയിട്ട് ചീട്ട് കളിക്കും. ക്ലബ്ബുണ്ട് എപ്പോഴും ക്ലബ്ബില്. അപ്പം ഇതെല്ലാം കൂടെ ആയപ്പോ ഞാൻ ഭക്തി കൂടാൻ തുടങ്ങി. ഇവിടെ പ്രശ്നം കൂടാൻ തുടങ്ങിയപ്പോ എന്റെ ഭക്തി കൂടാൻ തുടങ്ങി. അപ്പൊ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും ഞാൻ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അപ്പൊ ഞാൻ നോക്കും ഇനി അത് കാരണം എനിക്ക് അനുഗ്രഹം കുറെ ഉണ്ടല്ല, ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഞാൻ ആ പോക്കൊക്കെ അങ്ങ് കുറച്ചു. അതിലെ തന്നെ ഞാൻ ഈ ഷഷ്ടിവ്രതമൊക്കെ എടുത്ത് വൈകിട്ട് വരുമ്പം അന്ന് ഞാൻ പോകും, പെരുന്നേലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ എനിക്ക് പിള്ളേരോടും ഹസ്ബൻഡിനോടെല്ലാം അങ്ങ് ദേഷ്യം, ഈ തളർന്നിരുന്ന് തിരിച്ചു വരുമ്പോ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ അതെല്ലാം അങ്ങ് നിർത്തിയിട്ട് 25 നോയമ്പ്, 50 നോയമ്പ്, 15 നോയമ്പ്, 8 നോയമ്പ്. 8 നോയമ്പ് കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 25 കൊല്ലെങ്കിലും 8 നോയമ്പ് റെഗുലർ എടുക്കും. അപ്പൊ ഇതൊക്കെ എടുക്കും, പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, സിനിമ കാഴ്ച. സിനിമയോട് ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു. ഞങ്ങളുടെ വീട് തിയേറ്ററിന്റെ അടുത്തായതുകൊണ്ട് അമ്മയും വല്യമ്മ എല്ലാവരും സിനിമയ്ക്ക് പോകുന്നവരെല്ലാം നമ്മളെ കൊണ്ടും. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ട് സിനിമ കണ്ടിരിക്കണം. അതൊക്കെ ഞാൻ പയ്യെ ഗ്രാജുവലി കുറയ്ക്കാൻ തുടങ്ങി. മാഗസിൻ എല്ലാവരും നിർത്താൻ. ഇതൊക്കെ ചെയ്തിട്ടും എത്രയും പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു വ്യത്യാസം എന്റെ ലൈഫിൽ ഉണ്ടാകുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും ഇത് എന്തൊരു ദൈവമായത്, ഞാൻ ഈ കിടന്ന് ഇത്രയും പ്രാർത്ഥിക്കുന്നു, ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ എനിക്ക് അയലോക്കത്തൊന്നും ഒരാൾ IMS എന്ന് പറഞ്ഞ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഒരു ബുക്ക് കൊണ്ട് തന്നു, ഒരു കുഞ്ഞു ബുക്ക്, മദ്യപാനം നിർത്താനൊക്കെയുള്ള പ്രാർത്ഥനകൾ. അതെല്ലാം രാത്രി ഇരുന്ന് ചൊല്ലും. ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ട് വൈകിട്ടൊന്ന് പ്രാർത്ഥിക്കും. ഈ യാക്കോബക്കാരുടെ കൗമയൊക്കെ ചൊല്ലും, 2 പാട്ട് പാടും, ഇതൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ അനിയന്റെ ഭാര്യയുടെ നാത്തൂനാണ് ഇവിടെ സാക്ഷ്യം പറഞ്ഞ സോജു. അപ്പൊ സോജു എന്നെ എപ്പോഴും, അവരിതിനിടെ എന്റെ അനിയനും ഭാര്യയും ഒക്കെ പോട്ടെ പോകുന്നു, അവരുടെയൊക്കെ കൂടെ വിടാൻ ചോദിച്ചാൽ എന്നെ എങ്ങും വിടത്തില്ല. പോട്ടെ ഇഷ്ടമില്ല, ധ്യാനം ഇഷ്ടമില്ല, പ്രാർത്ഥനയ്ക്ക് പോകുന്നത് തമ്പാൻ ഇഷ്ടമില്ല, ഒന്നും ഇവരെ വിടത്തില്ല. അപ്പൊ അവരെല്ലാം പോയി, അവരെല്ലാം ഭയങ്കര അനുഭവമായിട്ട് വന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പോകണം. അപ്പൊ ഈ സോജു എന്നെ വിളിച്ച്, ചേച്ചി വാ, പ്രയർ നല്ല. അങ്ങനെ സോജുന്റെ വീട്ടില്, അയലോക്കത്തെ വീടുകളില്, പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചേർച്ച്, പേര് പറയുന്നില്ല, ആ ചേർച്ചിലും എന്നെ കൊണ്ടു. അപ്പൊ കുറെ നാള് ഞാൻ സൂര്യൻ്റെ കൂടെ അവിടെ ഇവിടെയൊക്കെ പോയി. ഞാൻ തിരിച്ചു വരുമ്പം തമ്മിൽ എന്നെ കളിയാക്കും. നാളെ ഇല്ല, കുറെ അവളുമാര് രാവിലെ ചേടാവും നോക്കി പ്രാർത്ഥന എന്നും പറയും. അവരും കൂടെ അവർ ഈ കടയിൽ സെൻട്രൽ ജംഗ്ഷൻ, ഞങ്ങൾക്കൊരു ഹോട്ടലെ കുമരകങ്ങൾ, ഈ അവിടെ ഇരിക്കുമ്പോ കാണാം ആൾക്കാരല്ല ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. കേട്ടോ എല്ലാ അവളുമാർക്കും തൊണ്ടോ, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് എന്നെ ഇങ്ങനെ വരുമ്പം വഴക്കല്ല, എന്നാ ഇരിക്കുമ്പോ ഇങ്ങനെ പോവല്ലേ, എനിക്ക് നാണക്കേടാ വല്ലതും കണ്ടാല് എന്നൊക്കെ പറയും. അപ്പൊ അത് കഴിഞ്ഞ ഒരിക്കൽ ഞാൻ സോജുവായിട്ട് ഈ വലിയ ചേച്ചി KTS മെനോഹോളിൽ അന്നത്തെ ആരാധന, അവിടെ ചെന്നപ്പം ഭയങ്കര ബഹളം. വെളിയിൽ നിന്നൊരു പാസ്റ്റർ വന്നേക്കുവാ. അപ്പൊ അങ്ങേര് വന്ന് എല്ലാവരും തലയെ കൈവെക്കുന്നു ഭയങ്കര. അപ്പൊ ഞാനിങ്ങനെ ഒരു കാഴ്ചക്കാരിയെ പോലെ കൂടുതൽ അതിനകത്ത് നിന്ന് ഈ ബഹളം കാണുമ്പോ കൂവിച്ച് ഡെലിവറൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോ എന്റെ ശ്രദ്ധ മുഴുവൻ അതിലൊക്കെ. എനിക്ക് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ. അന്ന് ഞാൻ സോജുവിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സോജു തമ്പുരാൻ ചെല്ലുമ്പോ ഭയങ്കര വഴക്കായി ഇതിന് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് വരണമെന്നില്ല ഇനി ഇങ്ങനത്തെ. പിന്നെ എനിക്ക് പള്ളിയിലെ അറ്റ്മോസ്ഫിയർ ആണ് ഇച്ചിരി കൂടെ ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞു. അതൊരു കാം അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കുമ്പോൾ പ്രാർത്ഥന. തമ്പുരാനാണെങ്കിൽ പള്ളിക്കകത്ത് കയറത്തില്ല, പുറകെ കുറച്ച് പേരുണ്ട്, അവരുമായിട്ട് വർത്താനം പറഞ്ഞ് ആ പുറകിലെ മരച്ചോട്ട് നിൽക്കും. കൈ മുത്താറാകുമ്പോ ഇപ്പുറത്തെ വഴി കൂടെ ഓടി വന്ന് കൈ മുത്തും. അച്ഛൻ നോക്കുമ്പോ ആളവിടെ ഉണ്ട്, പക്ഷെ ഒരിക്കലും പള്ളിയിലൊന്നും കാണും. പക്ഷെ പള്ളിയിലെ ആണെങ്കിലും ഞാൻ വന്ന സമയത്ത് ഈ പള്ളിയിലെ ആചാരങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഹിന്ദുവായിട്ട് ചിലപ്പോൾ തോന്നും. അവിടെ ഇങ്ങനെ നട അടയ്ക്കുന്നു, ബെല്ലടിക്കുന്നു, തുറക്കുന്നു. ഇവിടെയാണെങ്കിൽ കേട്ടൻ ഇടുന്നതേ ഉള്ളൂ, 2-3 പ്രാവശ്യം കേട്ടൻ ഇടുന്നു, തുറക്കുന്നു, പിരിയിലാന്ന് അതുപോലെ മണി അടിക്കുന്നു. ഞാൻ എന്റെ നാത്തൂനോടൊക്കെ ചോദിക്കും, എന്തോ ആർക്കും ഒന്നും അറിയത്തില്ല, എല്ലാവരും ഡ്രാമ കാണുന്ന പോലെ. എന്റെ ഹസ്ബൻഡ് ഉൾപ്പെടെ എല്ലാവരും ഡ്രാമ കാണുവാണ്. ആർക്കും ശരിക്കും അറിയത്തില്ല, അറിയാവുന്നവർ കാണുമായിരിക്കും. അപ്പൊ ഞാനിത് ഇങ്ങനെ അവിടെ ശുഭക്കോനോ തുബദോനോ ഇതൊക്കെ ശുഭക്കോനൊക്കെ ഇങ്ങനെ വെക്കുമ്പോ ഞാൻ ചോദിക്കും, എന്തിനാ നമ്മളത് എല്ലാം എനിക്ക് അറിയണോന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. തമ്പേറാവുമെന്ന് എനിക്കറിയില്ല. അച്ഛൻ ഇങ്ങനെ കാണിക്കും, എല്ലാരും ഇങ്ങനെ കാണിക്കും. ഞാൻ ഒരു സൺഡേ സ്കൂളൊക്കെ പഠിച്ചിട്ടുള്ള. അപ്പൊ ഞാൻ അതൊക്കെ ബുക്സ് വാങ്ങിച്ചു വെച്ച് വായിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ അതിനകത്തുണ്ട് ശുഭക്കാന എന്ന് പറയുമ്പോൾ അച്ഛന് കുർബാന എടുക്കാൻ പോവാ, നമ്മൾ അച്ഛന് വേണ്ടി ചങ്കത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഓരോന്നും ഈ പള്ളിയിലെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഞാൻ ഈ ബൈബിള് വായിക്കുമ്പോൾ പള്ളിയിൽ പുറപ്പാട് ലേവ്യ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ, ഈ നെറ്റിക്കത്തീസ്റ്റൂട്, അതുപോലെ അവരുടെ ഡ്രസ്സ്, പുരോഹിതന്മാരുടെ ഉള്ളങ്കി, മേലങ്കി, ഊറിമ, തുമ്മിമ, പട്ടം, പൊൻപട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അഭിഷേക തൈലം, ഊറോ, ഞങ്ങൾക്ക് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അത്. പിന്നെ ഇങ്ങനെ 3ആയിട്ട് തിരിച്ചേക്കുന്നത്, മനുബഹായ പ്രകാരം, ഇന്നർ കോട്ട്, ഔട്ട് കോട്ട്, ഇതെല്ലാം ഞാൻ പള്ളിയിൽ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ബൈബിളിലെ കാര്യങ്ങളാണ് പള്ളി നടക്കുന്നത്. അല്ലാതെ എനിക്ക് ഏകദേശം ഒക്കെ വലുതായിട്ട് ആയില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ നല്ല ഇൻട്രസ്റ്റിലാണ് പള്ളിയിൽ അവിടെ നിന്ന്. അച്ഛനാണേലും ഞാൻ എന്റെ വിഷമം, എനിക്ക് മുഴുരാത്രി പ്രാർത്ഥനയുണ്ട്.
പള്ളിയിൽ. അപ്പൊ ഞാൻ എല്ലാ ആഴ്ചയും ചെല്ലുമ്പോൾ അച്ഛന് ഞാൻ എന്റെ വിഷമങ്ങളെല്ലാം ഈ ചീട്ട് കളിക്കാൻ പോകുന്നു, കള്ളു കുടിക്കുന്നു, ഇങ്ങനെയുള്ള എല്ലാം എഴുതി കൊടുക്കും. ഞങ്ങളുടെ അച്ഛൻ നല്ല പ്രിൻസിപ്പിൾസ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു, മരിച്ചുപോയി. നല്ല നല്ല ഏഴു നേരവും പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യുന്ന ആളാ. പക്ഷെ സത്യം അറിയത്തില്ലെന്നേ ഉള്ളൂ. പ്രാർത്ഥിച്ചും കാണുമായിരിക്കും ഞാൻ ഇതൊക്കെ എഴുതി കൊടുക്കുമ്പോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സോജുവിനോട് പോകുന്നത്. അപ്പൊ പിന്നെ സോജുവിനോട് എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞതോടെ സോജു എന്നെ പിന്നെ അങ്ങനെ അധികം വിളിക്കാറില്ല, വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു 2 മണിയായപ്പോ കയറി വന്നു, എപ്പോഴും ലേറ്റാ. അപ്പൊ കയറി വന്നപ്പം ഞാനാണ് ചെറിയ കുഴപ്പമെന്ന് ഭയങ്കര ചോറ് കൊടുക്കുമ്പോ എത്ര ലേറ്റ് ആയി വന്നു അതൊക്കെ ഇങ്ങനെ എറിഞ്ഞു മുമ്പിലോട്ട് കൊണ്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് ദേഷ്യപ്പെട്ട് ഭയങ്കര വഴക്കെല്ലാം ഉണ്ട്. പുള്ളിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, കേട്ട് 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 പുള്ളി തിരിഞ്ഞ് നടന്ന് സുഖമായിട്ട്. എനിക്ക് ഉറക്കവും വരുന്നില്ല. അപ്പൊ ഞാൻ എന്റെ ബെഡിന്റെ ഹെഡ് റെസ്റ്റിൽ ഇരിക്കുവായി ബൈബിൾ. എനിക്ക് എന്നാണ് ബൈബിളിൽ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുക, ഇത്രയും വചനം വായിക്കുക, അതിനോടൊക്കെ ഞാൻ എത്ര പ്രാവശ്യം വചനം വായിച്ചു തീർത്താൻ പറ്റും മനസ്സിലാവില്ലെങ്കിൽ. അപ്പൊ ഞാൻ എനിക്ക് ദേഷ്യം വരും, ബൈബിളിലോട്ട് ഒരൊറ്റ തട്ടിങ്ങനെ എറിഞ്ഞു, ഇനി ഇതെനിക്ക് വേണ്ടെന്ന്. ഇതാ ഹെഡ് റെസ്റ്റിന്റെ അടിയിൽ ഒരു കബോർഡ് പോലെ ഇങ്ങനെ ഉണ്ട്, അത് ഇച്ചിരി സ്ഥലമുള്ള, അതിനിടയിലോട്ട് ബൈബിൾ അങ്ങ് പോകുന്നത്. പിന്നെ അത് എടുക്കണമെങ്കിൽ ഈ വലിയ പ്രധാണ്ട കട്ടില് വലിച്ചു മാറ്റണം. അപ്പൊ അതോർത്ത് അപ്പൊ ഞാനങ്ങ് എടുക്കണ്ട, എന്നിട്ട് ഞാനങ്ങ് ഡിസൈഡ് ചെയ്തു ഇനി ഏതായാലും തമ്പുരാൻ ക്ലബിൽ പോയാൽ എന്നെ കൊണ്ടുപോകാൻ ചെയ്യും വേണമെങ്കിൽ. പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പോവാതെ. അപ്പൊ ഞാൻ ഒത്തിരി വേൾഡ് അങ്ങ് എൻജോയ് ചെയ്യാം. ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും കൂടെ ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഇനി തൊട്ട് പഴയ പോലെ ബുക്സ് ഒക്കെ വായിച്ച് നിസാൻ നമ്മുടെ പൈങ്കിളി കഥയൊക്കെ എന്റെ ഇഷ്ടമൊക്കെ അതൊക്കെ വായിച്ച് ടി വി ഒക്കെ കണ്ട് ഇതൊന്നും വേറെ ചെയ്യണ്ടെന്നൊരു ഡിസിഷൻ എടുത്തിട്ട് അന്ന് തൊട്ട് ഞാൻ ബൈബിള് വായിച്ചില്ല. ഒരു 15 ദിവസത്തോളം ഞാൻ ആ സമയം കഴിഞ്ഞൊക്കെ ഞാൻ ആരും ഇല്ലല്ലോ, എന്റെ മെയ്ഡ് അങ്ങ് പോകും. അപ്പൊ ഞാൻ അങ്ങ് ബൈബിള് വായിക്കുമായിരുന്നു. അന്നേരം അതൊക്കെ നിർത്തിയിട്ട് ഞാൻ ചുമ്മാ ടി വിയിലോ ഒന്നും ഇല്ലേലും സ്റ്റാർ മൂവീസിലോ MTV-യിലോ എവിടെങ്കിലൊക്കെ കയറി എന്തേലും ഒക്കെ കാണുക, കുറെ ബുക്സ് എടുത്ത് വെച്ച് പഴയ പോലെ വായന ഇതെല്ലാം തുടങ്ങി. ബൈബിള് തൊട്ടില്ല. പക്ഷേ ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥന മുടക്കാറില്ല. എന്റെ കുഞ്ഞുങ്ങള് നേരെ വളരണം എന്നൊരു ചിന്ത കാരണം. അവരാണേലും വലുതായപ്പോ കൊച്ചിലെ ഭയങ്കര മിടുക്കനാണ്, വലുതായപ്പോ ഇച്ചിരി ഉഴപ്പ് തുടങ്ങി. അപ്പൊ എന്റെ വായിന്നാണ് എപ്പോഴും കേസാ, അപ്പന്റെ മക്കളല്ലേ ഇത് ശരിയാവുകയല്ലെന്ന് ഞാൻ വായിലെത്താ പറയും. അതൊക്കെ എന്റെ കണ്ണിൽ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും. അന്നേരം ഞാൻ ഇവരെ ഇരുത്തും, അവരെ കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കും, അവരെ എല്ലാം ചെയ്യും, പ്രാർത്ഥിക്കും, പാട്ട് പാടും. പക്ഷെ ഞാൻ ബൈബിള് മാത്രം കൗമാരൊക്കെ മുടങ്ങാതെ തമ്പിക്കത്തൊക്കെ എല്ലാം ചെയ്യും. പക്ഷെ ബൈബിള് വായിക്കാൻ ഇപ്പൊ സോജു എന്നെ ഒരു ദിവസം വിളിച്ചു. അത് കഴിഞ്ഞിട്ട് വന്ന് ചേച്ചീനെ പറ്റി ഞാനൊരു ദർശനം കണ്ടു, 15 ദിവസം മുമ്പേ കണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി ഞാൻ ഈ സിനിമ കാണുന്നതിനും ബുക്ക് വായിക്കുന്നതിന് മുന്നമേ തന്നെ കർത്താവ് സോജുവിന് എല്ലാം ഈ ഡിക്ലെയർസ് ദ എൻഡ് ഫ്രം ദ ബിഗിനിങ്. അവൻ തുടക്കത്തിലേ എന്റെ അറിയാവുന്ന ഒരു ദൈവം. അപ്പൊ ആ ദൈവം സോജുവിന് കാണിച്ച് ഞാൻ ചെയ്യുന്നതിന് മുമ്പേ കാണിച്ചു കൊടുത്തു. ഞാൻ ഇങ്ങനെ മാഗസിൻ വായിക്കുന്നു, ഞാൻ ഫുൾ ടൈം ടിവിയുടെ മുമ്പേ, ടിവിയിൽ നിന്ന് മാറത്തേയില്ല. അപ്പം സോജുവിനോട് ഒരു ചേച്ചി ചേച്ചി ടി വി കാണുന്നതും ഇങ്ങനെ കുറെ ബുക്ക് വായിക്കുന്നതും പിന്നെ ചേച്ചിനെ നോക്കി കർത്താവ് കണ്ണുനീർ ഒഴുക്കുന്ന എന്നെ കാണിച്ചത് ചേച്ചി ബൈബിള് വായിക്കുന്നില്ല. അപ്പൊ പ്രാർത്ഥനയ്ക്ക് വരാൻ ഇഷ്ടമില്ലെങ്കിലും വരണ്ട, പക്ഷെ വീട്ടിൽ ഇരുന്നാണേലും അപ്പസ്തലപ്രവൃത്തി പിന്നോട്ട് വായിച്ചു തുടങ്ങിയ ചേച്ചി കർത്താവിനെ സങ്കടപ്പെടുത്തുന്നു. എനിക്കത് ഭയങ്കര സോജുവിനോട് ഞാൻ അത്രയ്ക്ക് അങ്ങ് അഡ്മിറ്റ് ചെയ്തില്ല. എനിക്ക് ഈ പള്ളി വിടാൻ ഇച്ചിരി താല്പര്യക്കുറവുണ്ട്. എന്റെ അമ്മയായിട്ടും എല്ലോ ആയിട്ടൊക്കെ ഞാൻ നല്ല കൂട്ടാം. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് പള്ളിയിൽ പോകും. അനിയന്റെ ഭാര്യ പോയി ഞങ്ങൾ രണ്ടുകൂടെ ആ മുറിവ് കൊടുക്കുന്നത്. അപ്പൊ ആ സ്ഥിതിക്ക് എനിക്ക് ഈ പള്ളി വിടാത്ത ഒരു സ്ഥലത്ത് പോകണമെന്നായിരുന്നു ആഗ്രഹം. യോഹന്നാന്റെ അവിടെ പോകാനൊക്കെ ഞാൻ ഒത്തിരി ആ പാസ്റ്റ് പള്ളി സഭ മാറണ്ടെന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ അവിടെ കൊലഞ്ചേരി പോകാനൊക്കെ ഒത്തിരി തമ്പുരാന്റെ പുറമാണ്, ഒന്നും നടന്നില്ല. അന്നേരം ഞാൻ ഈ സോജു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത് ചോദിച്ചോണ്ട് 15 ദിവസം മുമ്പേ കണ്ടെന്നും ഒക്കെ പറഞ്ഞ സോജുവിന് പിന്നെ ഇത് എന്നോട് പറയാഞ്ഞുകൊണ്ട് പിന്നെ കർത്താവിൽ നിന്നൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ടാ 15 ദിവസം ചേച്ചി ഇഷ്ടമില്ലെന്ന് പറഞ്ഞല്ലേ. എന്നാലും ഞാൻ പറയുക കർത്താവിന് ചേച്ചി ബൈബിൾ വായിക്കുന്ന എനിക്ക് ദർശനവും ഇതൊന്നും ഇപ്പൊ ഇല്ല എന്നിങ്ങനെ. അപ്പൊ ഞാൻ അന്നേരം എനിക്ക് പായ എപ്പോഴും ഉണ്ട് എന്റെ ബെഡിന്റെ സൈഡ്. ഞാൻ അപ്പോഴേ മുട്ടയിൽ കരച്ചു തുടങ്ങി, കർത്താവ് ഇതെന്നാ ദൈവമാ എന്നോട് എന്നാ മിണ്ടാത്ത, എന്റെ സോജുവിനോട് മിണ്ടിയ. ഇതിലെല്ലാം പ്രധാനപ്പെട്ട എന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അച്ഛന് എന്റെ ഭയങ്കര കാര്യമാണ്, പള്ളിയിലെ അച്ഛന്. ഞാൻ എല്ലാ വെള്ളി നോയമ്പും എല്ലാം എടുക്കുന്നുണ്ടെന്നൊക്കെ അച്ഛനറിയാം. എന്നെ എപ്പോഴും ഒരു സ്പെഷ്യൽ കെയർ ഉണ്ട്, അത് ജാതി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എന്നെ കാര്യം. ആ അച്ഛന് എന്നാണ് കർത്താവ് ഈ ദർശനം. ഞാൻ ബൈബിള് വായിക്കാതിരിക്കുമ്പം ആക്ച്വലി കാണിക്കേണ്ടത് ദൈവം കാണിക്കേണ്ടത് അച്ഛനെയാണ്. അച്ഛൻ എന്താ കാണാതെ എന്നെ പോലൊരു ഹൗസ് വൈഫായ സാധാരണ ഒരു വീട്ടമ്മേനെ എന്നെക്കാട്ടും ഒത്തിരി ഇളയതാ, അവളെ ഇത് കാണിച്ചെന്താ? അപ്പൊ ഇവര് പറയുന്നതിന് എന്തേലും സത്യം ഉണ്ടോ എന്നുള്ള ഒരു ഇത് എനിക്ക് ഉണ്ടാകുന്നു. പക്ഷെ എനിക്ക്
വചനങ്ങൾ എനിക്ക് വെളിപ്പെടുത്താൻ തരാൻ തുടങ്ങി. പക്ഷെ അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ, അല്ലെങ്കിൽ എനിക്കൊന്ന് വർഷങ്ങളെടുത്തു ഞാൻ ഫുള്ളൊരു ട്രൂത്തിലോട്ട് വരാൻ. പക്ഷെ ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ കർത്താവ് എനിക്ക് ഓരോന്നിനും ഗ്രാജുവലി ആൻസർ പറയാൻ തുടങ്ങി. ഇപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ ആദ്യമേ ജാമ്യം എടുത്തോട്ടെ വെച്ചാൽ എന്റെ വീട്ടുകാരെ, തമ്പുരാന്റെ വീട്ടുകാരെ പ്രത്യേകിച്ച് കേട്ട് ചെയ്യാനല്ല ഞാനിത് പറയുന്നത്. എനിക്ക് എന്റെ ദൈവം വെളിപ്പെടുത്തി തന്ന സത്യങ്ങൾ മാത്രം. ഇതിനൊക്കെ ചിലപ്പോൾ തർക്കിക്കാൻ അവർക്കൊക്കെ കാണും കാര്യങ്ങൾ, വേറെ വെളിപ്പാടുകൾ കാണും, സത്യങ്ങൾ വേറെ ഉണ്ട്. പക്ഷെ എന്റെ ദൈവം എന്നെ പഠിപ്പിച്ച, എനിക്ക് ഞാൻ ഇതാണോ ശരി അതാണോ ശരി കൺഫ്യൂസ്ഡ് ആയി കിടന്ന സമയത്ത് ദൈവം എന്നെ പഠിപ്പിച്ച സത്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് ആരും ഒഫൻഡഡ് ആവില്ലേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കുന്നവരാരും. ഇനി അപ്പൊ ഞാൻ ആദ്യം കാണുന്നത്, ഞങ്ങൾക്ക് ഈ തമ്പാന്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഫ്രണ്ട് ഉള്ളത് വിശ്വാസിയാണ്, പെരുന്തൂസുകാരനാ. പക്ഷെ പുള്ളി പറയാറില്ല പുള്ളി പാസ്റ്ററാണെന്ന്. ആ പുള്ളിയുടെ സ്റ്റഡി ബൈബിളാണ് തമ്പുരാൻ. സ്റ്റഡി ബൈബിൾ നല്ല പക്ഷെ പുള്ളി സൈഡിൽ ഇങ്ങനെ നോട്ടൊക്കെ എഴുതും, അണ്ടർലൈൻ ചെയ്യുന്നു. അത് ചോദിച്ച് മേടിച്ചുകൊണ്ട് ഒരു 15 കൊല്ലം മുമ്പേ കൊണ്ടുവന്ന് അതാ ഞാൻ ഈ വായിക്കുന്നത്. പക്ഷെ ഞാൻ അധികം ഒന്നും പുള്ളി ഇങ്ങനെ സ്റ്റഡി കൊട്ടേഷൻ ഒക്കെ ഇട്ടാകുമ്പോൾ ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. മുഴുവൻ വായിക്കുമ്പോഴും ഈ സൈഡിലെ മുഴുവൻ വായിക്കല്ല. അന്നേരം ഒരു ദിവസം ഞാൻ ഇത് അന്വേഷിച്ച് ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയ സമയം യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് ഒന്നിനും ഉത്തരം ഇല്ലാതിരിക്കത്തില്ല. അതുപോലെ ഈ ചോദ്യങ്ങളോടെ ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു എബ്രായ ലേഖനം 8:7-13 വരെ പുള്ളി ഇങ്ങനെ ഇട്ടിട്ട് സൈഡിൽ വലിയ അക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്റർ ദ ന്യൂ കവനന്റ് ഇങ്ങനെ എഴുതിയിട്ടേക്കുക. അപ്പൊ അന്നേരം ഞാൻ അത് കാണില്ല. ഇത്രയും 15 വർഷം ബുക്കെടുത്ത് കൈവച്ചിട്ട് ഞാൻ അന്നേരം അത് കാണും. അപ്പൊ ഞാൻ ഒത്ത് എന്തുവാ ന്യൂ കവനന്റ്. എപ്പൊ വായിച്ചപ്പോഴത്തേക്കും കർത്താവ് പഴയ നിയമത്തിന് കുറവില്ലായിരുന്നെങ്കിൽ പുതിയ ഒന്നിനു വേണ്ടി കർത്താവ് ചെയ്യത്തില്ലായിരുന്നു. പുതിയത് വന്നപ്പം പഴയതെടുത്ത് എക്സ്പയർ കഴിഞ്ഞു, ഒബ്സലേറ്റ് ആയി. കർത്താവ് ശരിക്കും പറഞ്ഞ അത് കാലഹരണപ്പെട്ടു പോയെന്നാണ്. POC ബൈബിളിൽ ഞാൻ പോകുന്ന ചർച്ചിൽ പേര് POC ബൈബിൾ വെക്കുന്നതുകൊണ്ട് ഞാൻ കഴിഞ്ഞാൽ കാലഹരണപ്പെട്ട് പഴയത് ജീർണിച്ചതുമായതൊക്കെ നീങ്ങി പോകേണ്ടതാണ്. ഞാൻ ഈ പള്ളിയിൽ കണ്ട സാധനം എല്ലാം പഴയ നിയമത്തിലാണ്. അവർക്ക് തർക്കങ്ങൾ കാണും, യേശുവിന്റെ അവർ ബ്രേക്ക് എന്നൊക്കെ പറയായിരിക്കും. പക്ഷെ കർത്താവ് എന്നെ കാണിച്ചെന്ന് ആ പഴയ നിയമം എന്നേക്കുമായിട്ട് എടുത്തു മാറ്റി. പുതിയ നിയമപ്രകാരം പൗരോഹിത്യം ഇല്ല. ആ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ്, ലേവ്യ പൗരോഹിത്യത്തിൽ നിന്ന് ദൈവം മാറ്റിയിട്ട് യഹൂദ ഗോത്രത്തിൽ നിന്ന് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്ക് ജീവനുള്ള യേശു പുരോഹിതനായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇനി ഒരു മഹാപുരോഹിതനൊന്നും ഇല്ല. അഹരോൻ മരിച്ചുകൊണ്ട് എലയാസർ വന്നു, എലയാസർ മരിച്ചത് കൊണ്ട് ഫിനെഹാസ് വന്നു. അങ്ങനെയാണ് പ്രീസ്റ്റ്ഹുഡ് പോയത്. കർത്താവ് പറഞ്ഞ ആ പ്രീസ്റ്റ്ഹുഡിന്റെ കാലം കഴിഞ്ഞു. അത് എടുത്തു മാറ്റിയിട്ടാണ് ജീവനുള്ള ദൈവം നമുക്ക് വേണ്ടി ഇന്ന് സ്വർഗത്തെ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പൗരോഹിത്യം അവിടെ പാട്ട് പാടും, ആദ്യാചാരത്തിന് കൈക്കൊണ്ട് അഹറോൻ മോശയോട് ഒന്നിച്ച് സെറിയായിക്ക് അത് നൽകി മോശ സെറിയ യോഹന്നാനേക്ക്. കർത്താവ് അതിനകത്തോട്ട് വ്യക്തത ഇല്ല കാണിച്ചെന്ന്. ഈ സക്കറിയ പുരോഹിതൻ എന്തുവാ കൈമാറിയായി. പുള്ളി ഒട്ടകരോമത്തിന്റെ ഇതും വെട്ടുക്കിളിന്റെയും ഭക്ഷിച്ച് നടന്ന ആൾ പുരോഹിതനാണെന്നാണ് പാട്ടിനകത്ത് വരുന്നത്. അത് യേശുവിന് വന്നു. ആ യേശു ആ പൗരോഹിത്യം എടുത്ത് നമുക്കെല്ലാം തന്നു, നമുക്കല്ല അച്ഛന്മാർക്ക് കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള ശരിക്കും ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടു. അപ്പൊ അത് കർത്താവ് കാണിച്ചു തന്നു. അപ്പം എനിക്ക് തോന്നുന്നു 7, 8, 9, 10 ഈ ഒരു 4-5 ചാപ്റ്ററിനകത്തുനിന്ന് ഒത്തിരിയും കാര്യങ്ങൾ എബ്രായ ലേഖനം എന്നെ ആദ്യം ശരിക്കും കർത്താവ് പഠിപ്പിക്കുന്നത്. എബ്രായ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ എന്നെ വെളിപ്പെടുത്തി തന്നി. ഈ മുൻകൂടാരം മാറി, അത് ഇതെങ്ങനെ പുതിയതിനെ സ്ഥാപിക്കാൻ വേണ്ടി പഴയത് എടുത്തു മാറ്റി പുതിയത് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അതുപോലെ പിന്നെ എന്നെ കാണിച്ചത് ജോൺ 4:24 ആ ഒരു ഏരിയ. അപ്പം ശമരിയക്കാരി സ്ത്രീ എന്നെ പോലെ ഒരാൾ വന്ന് ചോദിക്കുക, കർത്താവ് ഞാൻ സിംഹാസന പള്ളിയിലോട്ട് പോകണോ, തിരുനക്കര അമ്പലത്തിലോട്ട് പോകണോ ചോദിക്കുമ്പോൾ ദൈവം പറയാം, നീ രണ്ടിടത്തോട്ടും പോകണ്ട, യെരൂശലേമിലും പോകണ്ട, ശമരിയക്കാരുടെ മലയിലും പോകണ്ട, ആത്മാവിലെ സത്യത്തിൽ ആരാധിക്കുന്നവരുണ്ടോ എന്ന് സ്വർഗത്തിൽ പിതാവ് നോക്കിക്കൊണ്ടിരിക്കുന്നു, അതിനുള്ള സമയം വന്നിരിക്കുന്നു. അപ്പൊ അതൊക്കെ അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 17 ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല, അവന് എല്ലാവർക്കും ശ്വാസവും ജീവനും കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ കൈകൊണ്ടുള്ള ശുശ്രൂഷയുടെ കാലം കഴിയും. അത് കർത്താവിന് ഹൃദയമാ വേണ്ടത്. അന്വേഷിക്കണം, ദൈവത്തെ അന്വേഷിച്ച് കണ്ടിട്ടും. യെരമ്യാ 29 പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുന്നു. കത്തോലിക്കർ പറയുന്ന ആ ബൈബിളിൽ പറയുന്നത് എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും. അതായത് നമ്മൾ അന്വേഷിച്ചാൽ ദൈവം തന്നെ ഇടയാക്കും. ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ജീവനുള്ള ഒരു ദൈവമാണ്. അതെനിക്ക് ശരിക്കും എന്റെ ഭവനത്തിൽ എന്റെ മുട്ടുമേൽ നിന്ന് ഞാൻ എന്റെ പായലിരുന്നപ്പോ എന്റെ ദൈവം എനിക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി 1 by 1 ആയിട്ടിരിക്കുന്നത്. ഞാൻ ഓരോ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിനെല്ലാം എന്റെ ഹൃദയത്തിൽ എനിക്ക് യേശുവാണ് എന്നോട് സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ എന്റെ ഹൃദയത്തിൽ ഒരു ഉത്തരം അപ്പൊ തന്നെ വരും. ഞാൻ അതെടുത്ത് വായിക്കും. അങ്ങനെ ഇതും ഒരു ദിവസം കൊണ്ടല്ല, ഗ്രാജുവലി നടന്ന സംഭവമാണ്. അപ്പൊ
ഒരു ദിവസം ഞാൻ ചോദിച്ചു, കർത്താവ് ഈ റീസൂട്ട് എടുത്ത് പറഞ്ഞ് എന്തിനാ കർത്താവ് എല്ലാരെയും എടുത്ത് അങ്ങോട്ട് വിട്ടത്? നീ പുരോഹിതനെ പോയി കാണി, ഇത് പുരോഹിതനെ കാണി. അതിന് വേറൊരു ആൻസർ ഉണ്ട്, ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ അന്ന് എനിക്ക് ദൈവം തന്ന ഉത്തരം എബ്രായർ 9:9 മലയാളത്തിൽ എഴുതിയിരിക്കുന്ന നിയമം മൂലം മരണം തെളിവാൻ, അങ്ങനെ ഏതാണ്ട് ഒരു, എനിക്കൊന്നും മനസ്സിലായില്ല വായിച്ചിട്ട്. ഞാൻ അന്ന് മലയാളം വായിക്കുമ്പോൾ ഞാൻ സാധാരണ മലയാളം പഠിച്ചു വളർന്ന ഒരാളാണ്, ഇംഗ്ലീഷ് ഒട്ടുമല്ല. പക്ഷെ ഇപ്പൊ വന്ന ചർച്ച 22 വർഷം ഈ ചേച്ചി കൂടുതൽ ഇംഗ്ലീഷ് ഇങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ബൈബിളിലോട്ട് കയറി കുറച്ചൊക്കെ വേർഡ്സ് അറിയാതെ വായിക്കുന്ന അങ്ങനെ വരുന്ന. അല്ല, ശരിക്കും ഞാൻ മലയാളം മാത്രം വന്നിട്ട് മലയാളമേ വായിച്ചിട്ടുള്ളൂ. അപ്പം ഇതിങ്ങനെ ഞാൻ ചോദിച്ചു, ഇതെന്തോ ഈ പറയും നിയമം തെളിവാ മരണം നിശ്ചയം എന്നൊക്കെ. പിന്നെ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്നോട് ഉള്ളിന്ന് പറയുക, ഞങ്ങളുടെ ഷെൽഫിൽ ഒരു NIV ബൈബിള് ജീവിതത്തിൽ ആരും കൈകൊടുത്തു കൊടുത്തില്ല, പക്ഷെ ബുക്ക് ഷെൽഫിനകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങള് 5 വർഷമായിട്ട് ഞാൻ വീട് മാറിയായിരുന്നു. അച്ചായന്റെ പഴയ വീട് റിനോവേറ്റ് ചെയ്ത് അച്ചായൻ ഞങ്ങളെ മാറ്റി താമസം. അതിനകത്ത് ഒരു ഷെൽഫിലായി ബുക്ക് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ഈ NIV ബൈബിള് ഓടിപ്പോയി എടുത്തപ്പോ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇൻ ദ കേസ് ഓഫ് എ വിൽ ഇറ്റ് ഈസ് നെസസറി ടു പ്രൂവ് ദ ഡെത്ത് ഓഫ് ദ വൺ ഹു റോട്ട് ഇറ്റ്. ആ എഴുതിയ ആളുടെ മരണത്തോടെയാണ് ബില്ല് പൂർത്തിയാകത്തുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി, കർത്താവിന്റെ മരണത്തോടെയാണ് ഈ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റി കർത്താവായ പുരോഹിതനായി നമുക്ക് വേണ്ടി ഇന്ന് മധ്യസ്ഥവും പ്രീസ്റ്റും പ്രോഫറ്റും പുരോഹിതനും എല്ലാം ദൈവമാണ്, യേശുവാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ സത്യങ്ങൾ കുറേശ്ശെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, അതുപോലെ ശിശുസ്നാനത്തെ കുറിച്ചൊക്കെ ദൈവം എന്നോട് സംസാരിച്ചു. വിശ്വസിക്കുകയും സ്നാനം എടുക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. അപ്പൊ ഞാൻ പോലും എന്നെ അവിടെ പെരുമ്പള്ളി തിരുമേനി സ്നാനമല്ല മുറവും പുഷും ഒക്കെ ചെയ്തു. പക്ഷെ അതും എന്റെ വില്ലിംഗി അല്ലെന്ന് പറയുന്നില്ല, ബട്ട് ഒന്നും അറിഞ്ഞിട്ടല്ല. ഞാൻ സത്യം ഒന്നും അറിയാതെ ഈ ആളെ ഒന്ന് കെട്ടാൻ വേണ്ടി എന്തൊക്കെയോ തട്ടിക്കൂട്ട്. അപ്പൊ അതും വിശ്വസിച്ച് ഞാൻ സ്നാനപ്പെടുന്നതൊന്നും ഒക്കെ ദൈവം എന്നെ ഓരോ പള്ളിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്റെ ചോദ്യങ്ങൾക്കെല്ലാം ദൈവം എനിക്ക് എന്റെ ബെഡ്റൂമിൽ ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ച് ജീവനുള്ള ദൈവം. അതുകൊണ്ട് നിത്യത ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വചനമുണ്ടല്ലോ, അതെന്റെ ഹൃദയത്തിൽ ശരിക്കും പറഞ്ഞാൽ ദൈവം എഴുതിത്തം. നിത്യത എന്നാണെന്നുള്ളത് യേശുവിനെ അറിയുക എന്നുള്ളതാ. യോഹന്നാൻ 13:3 പറയുന്ന പോലെ നിത്യജീവൻ എന്ന് പറഞ്ഞു ഞങ്ങളുടെ വാസ്തവ എപ്പോഴും പറയുന്ന ഒരു വചനമാണ്, ജോസാന്ത എന്ന് പറഞ്ഞ ആള്. അപ്പൊ പുള്ളി പറഞ്ഞത് അത് എനിക്ക് മനസ്സിലായി, കർത്താവിനെ അറിയുന്നതാണ്. ഇപ്പൊ ഞാൻ പയ്യെ പള്ളി പോരുത് എനിക്കുണ്ട്, പക്ഷെ പറയാനുള്ള പേടി കാരണം ഞാൻ ഗ്രാജുവലി സൂചു വിളിക്കുന്നിടത്തെല്ലാം പ്രേയറിന് പോകാൻ ഇങ്ങനെ എവിടെ കൊട്ടും പാട്ടമായിട്ട് വിളിച്ചോ അവിടെ എല്ലാം ഞാൻ പോകും. വലിയ ചർച്ചിലും പോവും, ബെന്തിക്കോസ് പാസ്റ്റേഴ്സിന്റെ അവിടെ ഒക്കെ സൂചി പോകും. അവിടെ ഒക്കെ പോവുകയും വചനം കേൾക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്റെ വീട്ടിലൊരു മാറ്റമൊന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും. അതുവരെ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം ഈ പ്രാർത്ഥനയിൽ പോകാനും എന്റെ കരച്ചിൽ മാറി എന്റെ വായിന്ന് വായെടുത്ത പ്രാകുന്ന വർത്താനം അല്ലാതെ ഞാൻ നല്ലതൊന്നും പറയത്തില്ല. അപ്പൊ എനിക്ക് തിരിച്ചു വരുമ്പോ അങ്ങനത്തെ പയ്യനുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ തുടങ്ങി തമ്പുരാനിങ്ങനെ പോയിട്ട് നടക്കുന്നതിനിടെ. അപ്പൊ എന്നോട് വീട്ടിൽ വരുമ്പോ എന്തെങ്കിലും ചെറിയ ഇഷ്യൂ പറഞ്ഞാൽ അതുവരെ കേസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവ് എന്നെ ശരിയാണ്. അപ്പൊ എന്നോട് ഞാൻ ചോദിക്കും, ആരാടി നിന്നെ ഇങ്ങനെ മാറ്റുന്ന? ആ പാസ്റ്ററുടെ പേര് നമ്മുടെ നയാ ചർച്ചിന്റെ അങ്ങേരാണോടി എന്നൊക്കെ എന്നോട് ചോദിക്കും. അത് പക്ഷെ തുടക്കത്തിലുണ്ടായിരുന്നു ആ മാറ്റം കേട്ടോ. വീണ്ടും പഴയമായ പലപ്പോഴും വെളിപ്പെട്ടു. അപ്പോഴത്തേക്ക് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നു ഞാൻ. തമ്പുരാൻ എന്നെ ഇച്ചിരിയൊക്കെ മാറ്റം കണ്ടോണ്ടായിരിക്കും പ്രയറിന് വിടുന്നതിനുള്ള എതിർപ്പൊക്കെ മാറി. ഞങ്ങളുടെ ചേർച്ചിലാണ് പള്ളിയിൽ നിന്ന് മാറി. പള്ളി ഞാൻ അവസാനം പോയിട്ട് കൈമുത്താതെ ഇറങ്ങിപ്പോന്നപ്പോ എന്റെ അമ്മയൊക്കെ ശ്രദ്ധിച്ചു കൈമുത്താവുന്നു. ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് തമ്പുരാന് ഒരു ഫ്രണ്ട് ഉണ്ട്, തൊമ്മച്ചൻ എന്നും പറഞ്ഞ പുള്ളി ഈ ജോസാൻതാൻ എന്ന് പറഞ്ഞ ആളുടെ ചേർച്ചിലെ ശുശ്രൂഷൻ. പുള്ളി എപ്പോഴും വരും. പുള്ളിയുടെ കൂടെ ഡ്രിങ്ക്സ് ഒക്കെ എടുത്തോണ്ടിരുന്ന ആളാണ്. പക്ഷെ പുള്ളി എല്ലാം നിർത്തി കർത്താവിലായത്. പുള്ളി ഫോട്ടോസ്റ്റാറ്റ്, ഞങ്ങളുടെ കടയിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വരുമ്പോ എല്ലാം പറയും പുള്ളിയുടെ പിള്ളേരൊക്കെ ഭയങ്കര ഉഴപ്പരായിരുന്നു. ഉഴപ്പെന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള അല്ല, വേറെ കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ ഭയങ്കര മിടുക്കരായിട്ട് പഠിക്കുക രണ്ടുപേരും ഇങ്ങനെ. അങ്ങനെ ഒത്തിരി പുള്ളിയുടെ സാക്ഷ്യങ്ങളൊക്കെ പറയും. ഇപ്പൊ എന്നോട് വന്നിങ്ങനെ പറയും, ഇത് തൊമ്മച്ചും പറയുന്നുണ്ട് നമ്മുടെ പിള്ളേർ ഉഴപ്പാൻ തുടങ്ങിയല്ലോ, അവരൊക്കെ ഇപ്പൊ വലുതായപ്പോ നല്ല പിള്ളേരാ. അപ്പൊ ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് എന്റെ മൂത്ത മോൻ എഞ്ചിനീയറിംഗിന് കയറുക ആ സമയത്ത്. അപ്പൊ അവനെ ഞങ്ങൾ അവന്റെ ഇഷ്ടത്തിന് മദ്രാസിൽ കൊണ്ട് വിട്ടു. ഇവിടെ കിട്ടുമായിരുന്നു, പക്ഷെ അവൻ മദ്രാസിൽ പോകണമെന്ന് പറഞ്ഞ് ഫ്രണ്ട്സിന്റെ കൂടെ വരും. അത് അവിടെ ചെന്നപ്പോ റാഗിങ് ഉണ്ട് അവിടെ. അപ്പം അവന് നല്ലതായിട്ട് അടിയൊക്കെ കിട്ടി അവിടെ. അപ്പോഴത്തേക്ക് അവിടുത്തെ ആദ്യത്തെ അവധിക്ക് വരുമ്പോൾ ഇതെല്ലാം ഷെയർ ചെയ്തു. തമ്പുരാൻ പിള്ളാരെന്ന് പറഞ്ഞ ആക്ച്വലി ഞാനിപ്പോ തമ്പുരാനെ കുറ്റം പറയുന്നത് ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. ഈ ഒരു മദ്യത്തിന്റെ ഇതൊക്കെ അല്ലാതെ പിള്ളേര് ഭയങ്കര കാര്യമൊക്കെ എന്ന് പറയുന്നു. എനിക്ക് തല്ലത്ത് പോലെ അവർക്ക് അത് കാരണം അവർക്ക് അവരുടെ തമ്പുരാനെ കൂടുതൽ ഇഷ്ടം എന്നെക്കാട്ട്.
അപ്പൊ ഇവര് തല്ലുന്നെന്ന് കേട്ടതോടെ പുള്ളിയുടെ ഉറപ്പും ഊരും എല്ലാം പോയി. ഞങ്ങളുടെ അച്ചായനും ഒക്കെ ഹിന്ദുയിസത്തിനോട് ഒരു വിരോധമില്ല. വീട്ടിൽ പ്രശ്നം വെക്കുന്ന ഒരു കുടുംബനാശാനെ വിളിച്ച് പ്രശ്നം വെപ്പിക്കും. അത് അച്ചായൻ എല്ലാ അമ്പലങ്ങളും നേർച്ചയിടും. നായന്മാരായി ജോലിക്കാരൊക്കെ അവിടെ അവരെയൊക്കെ വിട്ടിങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന ആളാണ്. അതുകൊണ്ട് അതല്ലേ കണ്ടു വളർന്നത്. അതുകൊണ്ട് ആദ്യം പുള്ളി ചെയ്തതെന്ന് വെച്ചാൽ എന്റെ ഒരു കസിനെ വിളിച്ചിട്ട് അവൾ അറിയണ്ട, നീ ഒരു പ്രശ്നം വെച്ച് നോക്ക്, ഇവനെ മദ്രാസിൽ വെച്ച് ആരെങ്കിലും ഉപദ്രവിക്കുവോ, കൊച്ചു പോവോ, നഷ്ടപ്പെട്ട് ഇതൊക്കെ ചിന്ത. അപ്പൊ അവൻ എന്നോട് ഒത്തിരി വർഷം കഴിഞ്ഞപ്പോൾ നീ അറിഞ്ഞില്ല, ഞാനിങ്ങനെ പോയി ജ്യോതിഷനോട് ചോദിച്ചു. അപ്പൊ പുള്ളി കാലാവസ്ഥ പ്രവചനം പോലെ പറഞ്ഞു, അവിടെ നിന്നാലും കുഴപ്പമില്ല, ഇവിടെ നിന്നാലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോഴത്തേക്കും പുള്ളിക്ക് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരണം. എനിവേ അപ്പൊ ഈ ഒരു ഇഷ്യൂ വന്നപ്പം ഉറക്കമില്ല, രാത്രിയൊക്കെ അങ്ങ് എഴുന്നേൽക്കുക. കൊച്ചിനെ ആരോ തല്ലി ഒരു ചിന്തയാണ്. ഇത്തിരി ഹോസ്റ്റലിനകത്താരും തല്ലുന്നില്ല, വെളിയിൽ ഇറങ്ങുമ്പോൾ അവരെ പിടിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നുണ്ടാവും. വാച്ചൂരി മേടിച്ചു, ഫോൺ മേടിച്ചു, ഇങ്ങനെയൊക്കെ ഇഷ്യൂസ്. അപ്പൊ എനിക്ക് എന്നാണോ കർത്താവ് ഹൃദയത്തുള്ള എനിക്ക് ഭയങ്കര അഷുറൻസ്, എന്റെ കുഞ്ഞിന് ഒരു ദിവസം ദൈവം വരുത്തത്തില്ല എന്നൊരു ഉറപ്പുള്ളതുകൊണ്ട് എനിക്ക് അത്രയും ഭയമില്ല. അപ്പൊ ആ സമയത്ത് ഈ തൊമ്മച്ചന് ഒരു കല്യാണ വീട്ടിൽ വെച്ച് തമ്പാനെ കണ്ട് ടിഷ്യൂ പേപ്പറെ മൊബൈൽ നമ്പർ എഴുതിക്കൊണ്ട് പോയി. എന്നിട്ട് വെനസ്ഡേ മാത്രം അന്ന് ഇവിടെ പ്രെയർ ഉള്ളൂ. അവരും ന്യൂസ്ചാനൊക്കെ സ്നാനപ്പെട്ടും കൂടെ ഇറങ്ങുന്ന സമയമാണ്, പ്രെയർ വെച്ച് തുടങ്ങുന്ന സമയം. അപ്പൊ അപ്പൊ അന്ന് എന്നോട് പറഞ്ഞു, തൊമ്മച്ചൻ ഇങ്ങനെ വിളിച്ചു, വെനസ്ഡേ രാവിലെ വിളിച്ചിട്ട് ഞങ്ങളെല്ലാരെയും കൂടെ. അതിനു മുമ്പ് ഞങ്ങൾ ഈ ടിവിക്കകത്ത് ACV-ക്കകത്ത് ജോസാൻ വന്ന ആളുടെ പ്രസംഗമുണ്ട്. ഞാൻ എന്നും അത് രാവിലെ 7:30 അപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ കേൾക്കും. പക്ഷെ അതിനകത്ത് കാണുന്ന നമ്മുടെ ഫ്രണ്ട്സിനെ ആയിട്ട് കൂടുതൽ സമയം ഡിസ്കഷനാണ്. ഇതിങ്ങനത്തെ ആളാ, ഈ പുള്ളി പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇത് കാണുന്നു. ഇനി അതിനോട് പറഞ്ഞു, ഞാൻ ആ പുള്ളിയുടെ അവിടെയാണ്, നീ പോകുന്നിടത്തൊന്നും ഞാൻ വരത്തില്ല, അവിടെയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ വരാം പ്രാർത്ഥനയ്ക്ക്. ഇപ്പൊ എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഈ പുള്ളി ഒരു പ്രാർത്ഥനയ്ക്ക് വരുമെന്ന്. പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെ ഭയങ്കര ശക്തമായിട്ടൊന്നുമില്ല. എന്നെ വിട്ട് കിട്ടിയല്ലോ, അത്രയും സമാധാനം എന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്നത്. അന്നേരമാണ് ഈ കൊച്ചിന്റെ ഇഷ്യൂ വന്നപ്പോൾ ഭയങ്കര വെറിയിലായതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് വേണം ഞാൻ വരാം. അപ്പൊ എനിക്ക് ശരിക്കും ഞാൻ പോയിക്കൊണ്ടിരുന്ന വലിയ ചർച്ചിൽ എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഭാരത്തോടെ സങ്കടത്തോടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഇഷ്യൂസ് ഉള്ള സമയമാണ്. അപ്പൊ ഞാൻ കയറി ചെന്നാൽ തിരിച്ച് ഞാൻ അവിടെ വിശ്വാസം പറയുന്നു. തിരിച്ചിറങ്ങുമ്പോൾ ആരുമായിക്കോട്ടെ, എനിക്ക് ആ ചർച്ചിനെ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാനൊരു തൂവല് പോലെ കനം കുറഞ്ഞ് പറന്നിറങ്ങുന്നു. അത്രയ്ക്ക് സന്തോഷം എനിക്ക് അവിടെ നിന്ന് കിട്ടുക. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പുള്ളി ഇതാ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ, തമ്പുരാന് ഇഷ്ടമുള്ള. അതിനു മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെ വരാന്. അതുപോലെ അനിയൻ ഒരു ചർച്ചിൽ എന്നെ കൊണ്ടുപോകാന്, ബെൻഡൻ ലൈഫ് എന്ന് പറഞ്ഞ ജോലിക്കുട്ടി പാസ്റ്റർ, അവിടെ പോകാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. തമ്പുരാൻ ചേട്ടന് വേണ്ടി ഒരേ സഭയിൽ നിൽക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം. എന്താ വെച്ചാൽ എല്ലായിടത്തും ചേട്ടന് വേണ്ടി എല്ലാം 2 സഭയാണ്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെങ്കിലും ഒന്നിച്ച് നിൽക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം. ഞങ്ങളെല്ലാം നല്ല സ്നേഹത്തിൽ പോകും. അതൊന്നും നടന്നില്ല. ഇവിടെയാ പോകാൻ ഇഷ്ടം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും അന്ന് മോൻ അവധിക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ 4 പേരൂടെ. അതിനു മുമ്പ് ഞാനൊരു പാസ്റ്റർ അടുത്ത് ചെന്നപ്പം, പാസ്റ്റർ അടുത്തല്ല, അവര് പ്രയർ ചെയ്യുമ്പോ അവിടെ പാസ്റ്റർ വിളിച്ചു പറഞ്ഞു, ഈ മാസം ഏപ്രിൽ 30-ന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഒരു അത്ഭുതം. ചാടി ഞാൻ വിളിച്ചു, എന്റെ കർത്താവ് എന്റെ വീട്ടിലാണ്. അപ്പൊ എന്തോ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽ ഡെലിവറൻസ് ഒക്കെ ഞാൻ എടുത്തത് ആക്ച്വലി. അല്ലാതെ ഇതൊന്നും ഞാൻ ഈ പുള്ളിനെ പ്രതീക്ഷിക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അന്നേരം 28 ആയപ്പോ ഞാൻ ചോദിച്ചു, എന്റെ കർത്താവ് ഞാൻ എത്ര വിശ്വസിച്ച നിന്നെ, എന്നിട്ട് എനിക്ക് ഒന്നും ചെയ്തന്നില്ല എന്നിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ 30-ാം തീയതി ഞങ്ങൾ 4 പേരൂടെ വണ്ടിയിൽ പോയി ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുമ്പോൾ കർത്താവിനെ ഉള്ളി പറഞ്ഞു. ഇതായിരുന്നു 30-ന് മുമ്പുള്ള വിടുതല്. 2003 ഏപ്രിൽ 30-ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇന്ന് ഞങ്ങൾ ഇരിക്കുന്ന ഈ ചർച്ചിലോട്ട് ചെന്ന അന്ന് തന്നെ നമ്പുരാന്റെ തലയിൽ ഈ പുള്ളി ഇറങ്ങി വന്ന് കൈവെക്കുകയൊക്കെ ചെയ്തു കേട്ടായിരുന്നു പാസ്റ്റർ. ഞങ്ങൾ ഏറ്റവും പുറകിൽ അന്നും. അത് കഴിഞ്ഞും അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. 2 ആഴ്ച കഴിഞ്ഞ് 2-3 ആഴ്ച ഞങ്ങൾ പോയുള്ളൂ. അന്നേരത്തേക്ക് നമ്മേനും ഈ താജ് ഹോട്ടലിൽ പോയിരുന്ന് ഡ്രിങ്ക്സ് എടുത്തുകൊണ്ട് ഇപ്പൊ കാറ്റടിച്ച് വെളിയിലിരുന്നത്. ഈ ഒരു സൈഡിലോട്ട് തന്നെ കാറ്റടിച്ചിട്ട് ആ സൈഡ് അങ്ങ് ഓടിപ്പോയി. ബെൽസ് പാൽസി എന്ന് പറഞ്ഞുള്ള അസുഖം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലൈസ് 15 ദിവസം, 1.5 മാസം എടുക്കുമെന്നാ പറഞ്ഞത്. ആ 15 ദിവസം പക്ഷെ ഞങ്ങൾക്ക് ചിലര് പറഞ്ഞ് പള്ളി ഇട്ടിട്ട് പോയിട്ട്, ഞാൻ പള്ളി ഇട്ടുകൊണ്ടാണ് ഇവനിത് കിട്ടിയത്. ഞാൻ അപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ നിർത്തിയത്. അന്നേരം പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ അനുഗ്രഹം. അവിടെ ഇരുന്ന് ബൈബിള് ശ്രദ്ധയോടെ കേൾക്കുന്ന അങ്ങനെ പതിവൊന്നും ഇല്ല. ബൈബിൾ വായിച്ച് കേൾപ്പിക്കാൻ അങ്ങനെ ജോസിയാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദൈവത്തിന്റെ സ്വന്തം ജനം, നല്ലൊരു ബുക്കാണ്. അതെല്ലാം ഞാൻ വായിച്ചിരുന്ന് കേൾപ്പിക്കും. അങ്ങനെ ഞങ്ങൾ തമ്പുരാന്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഇതാണോ അതാണോ എന്നൊക്കെ ഉള്ളത്. അത് എന്നോടൊട്ടും ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി ഞാൻ വരാതെ നിൽക്കുമ്പോൾ ഈ എബണ്ടൻ ലൈഫിലെ പാസ്റ്ററും സോജുവിന്റെ ചേട്ടന്റെ ഭാര്യയുണ്ട് ജെന്നി, അവർ രണ്ടും കൂടെ കാറെ കയറി ആരെയോ കണ്ടിട്ട് പോകാം. അപ്പൊ ഞാൻ അവിടെ നിന്ന് കൈ അടിച്ച് വിളിച്ചു, താഴെ ഒത്തിരി. അപ്പൊ അവര് നോക്കിയപ്പോ എന്നെ കണ്ടപ്പോ ഈ പാസ്റ്റർ കയറി വന്നു.
എന്നിട്ട് ഇവര് വന്ന് നന്നായിട്ട് പാസ്റ്റർ തമ്പുരാനെ വേണ്ടി പ്രാർത്ഥിച്ചു. പാസ്റ്റർ അറിയാം ഞാൻ ഓൾറെഡി അവിടെ വന്നിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ട. എന്നിട്ട് പ്രാർത്ഥിച്ചങ്ങ് പോയിട്ട് പിന്നീട് എന്നോട് ഷെയർ ചെയ്തു. ഞാൻ അപ്പൊ അച്ഛനെ ഓൾറെഡി അറിയിച്ചായിരുന്നു തമ്പുരാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നുള്ള കാര്യം. അപ്പൊ അവിടെ പോയിക്കൊണ്ടിരിക്കുക, എല്ലാ സൺഡേ അവിടെ പോകുന്നു. അപ്പൊ തമ്പുരാൻ പിന്നെ പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവ് ഏതാ സത്യം എനിക്ക് അറിയത്തില്ല, ആദ്യം ഒരു പാസ്റ്റർ എനിക്ക് പ്രാർത്ഥിക്കാൻ വരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകും, അതല്ല എന്റെ അച്ഛനാണ് വരുന്നതെങ്കിൽ ഞാൻ തിരിച്ചു പള്ളിയിലോട്ട് തന്നെ പോകും. ഇതാണ് പുള്ളിയുടെ ഡിസിഷൻ. പക്ഷെ ദൈവം ശരിക്കും അയച്ച പോലെ അന്നേരം ഈ പാസ്റ്റർ ദൂതനായിട്ട് അയച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. 15 ദിവസം കിടക്കേണ്ട വന്നുകൊണ്ട് പറഞ്ഞ അത്രയും താമസിച്ചില്ല. പെട്ടെന്ന് തന്നെ ഈ കണ്ണിങ്ങനെ കെട്ടിവെച്ച് കണ്ണടയത്തില്ല, എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരുന്ന് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അതെല്ലാം പെട്ടെന്ന് ശരിയായി. 15 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ആയി. പിന്നെ ഞങ്ങൾ റെഗുലർ ആയിട്ട് അവിടെ ഡിസ്ചാർജ് അവിടെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ റെഗുലർ ആയിട്ട് പോകാൻ തുടങ്ങി. കുറെ നാൾ അങ്ങനെ പോവും. സൺഡേ പള്ളിയിൽ പോവും. ഞാൻ ഈ വലിയ ചർച്ചിലോട്ട് പോകും. ഞങ്ങൾക്ക് സൺഡേ ആരാധനയില്ല. കുറെ കഴിയുമ്പോൾ ദിവസം അവിടെ സൺഡേ ആരാധന പയ്യെ തുടങ്ങി. അവരിങ്ങോട്ട് വേർപെട്ട് ഇറങ്ങുന്ന സമയമായി. അപ്പൊ ഞങ്ങള് ആദ്യമൊക്കെ പള്ളിയിൽ സൺഡേ ആരാധനയ്ക്ക് പോകാൻ ഭയങ്കര പാടായിരുന്നു. പയ്യെ പയ്യെ ഗ്രാജുവലി അതിനും വരാൻ തുടങ്ങി. ഈവനിങ് ആയിരുന്നു ആദ്യം തുടങ്ങി, സൺഡേ ഈവനിങ്. അപ്പൊ ഞങ്ങൾ അവിടെ ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങളുടെ ചർച്ചിൽ. ഞങ്ങളുടെ പ്രാവശ്യം പൗരവത്തൊരു ഗെറ്റ് ടുഗദർ കഴിയുമ്പോൾ നല്ലതായിട്ട് ചില ഡ്രിങ്ക്സ് ഒക്കെ എടുത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈവനിങ് പ്രയറിന് അപ്പനോട് ഇത്രയും കള്ളു കുടിച്ചോണ്ട് ഞാൻ ഇങ്ങനെ അടിപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ മൗത്ത് സ്പ്രേ ഉണ്ട്. ഞങ്ങൾ വീട്ടിൽ ചെന്ന് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒത്തിരി ലേറ്റ്, 5 മണി കഴിഞ്ഞ് 5:30 ചെന്ന് കയറുന്നു. പക്ഷെ പാസ്റ്റർ ഞങ്ങൾ ഇന്ന് വരെ പരിചയപ്പെട്ടിട്ടില്ല, നേരെ മിണ്ടിയിട്ടില്ല, ഞങ്ങളെ അറിയത്തില്ല, ഞങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല. പക്ഷെ അന്ന് എന്നാണ് പതിവില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നത്, പതിവില്ലാതെ ഇവിടെ വരുന്നേ മദ്യപിക്കുകയും കൂടെ ചെയ്ത നീ ലിവർ സിറോസിസ് വന്നു നശിച്ചു പോകുന്നൊക്കെ പ്രാവുന്ന പോലെ അങ്ങ് പറഞ്ഞു. അപ്പൊ ഈ പുള്ളി നല്ല, അപ്പൊ എന്റെ മനസ്സിലോട്ട് എന്റെ കർത്താവ് അടുത്ത ആഴ്ച വരത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെ പറയാമോന്ന് എന്നെ മനസ്സിലുണ്ട്. പക്ഷെ പിന്നീട് അതും എന്നോട് ഷെയർ ചെയ്തു. ഈ പുള്ളി ഇങ്ങനെ പ്രാഗി തമ്പുരാൻ ലോകത്ത് ഏറ്റവും പേടിയുള്ള സാധനമാണ് ലിവർ സിറോസിസ്. രാവിലെ ഒരു ഹോമിയോ മരുന്ന് 7 തുള്ളി ഏതാണ്ട് ചെലഡോറും ആ സാധനം ഒഴിക്കും ലിവറയിൽ ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഈ വെള്ളം കുടിച്ചിട്ടാ പുള്ളി കള്ളടിക്കത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ആളോടാണ് ഫാസ്റ്റ് പറയുന്നത്, നീ ലിവർ സിറോസിസ് ഒന്ന് മുടിഞ്ഞു പോകും. ഞാൻ കടയിരിക്കുമ്പോ എല്ലാം ഇത് ശരിക്കാത്ത എപ്പോഴും ഇരിക്കുക, ലിവർ സിറോസിസ് ഒന്ന് മുടിയും. അപ്പൊ അവൾ ആദ്യമായിട്ട് തോന്നി ഇതൊന്നും നിർത്തണം എന്നുള്ള ഒരാഗ്രഹമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങള് കൂടുതൽ ചർച്ചിലോട്ട് അടുത്തിട്ട് വചനം നല്ല ക്ലെൻസ് ചെയ്യുന്ന വചനങ്ങളൊക്കെ അവിടെ കിട്ടി. എന്റെ ഇളയ മോന് ഈ സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂട്ടി പോയിരിക്കും. അപ്പൊ എന്റെ ഇളയ മോന് അതിനിടെ മൂത്ത മോനെ ഞങ്ങൾ ഇത് തിരിച്ചു കൊണ്ടുവന്നേ. ഈ റാഗിങ് പ്രശ്നം നമ്മൾ തോക്കൊക്കെ ആയിട്ട് തോക്കൊക്കെ ആയിട്ട് അവിടെ പോയി അവിടുന്ന് കൊച്ചിനെ എല്ലാവർക്കും കംപ്ലൈന്റ് എഴുതി കൊടുത്ത് പൈസ എല്ലാം പോയി അടച്ചത്. അങ്ങനെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ അടുത്തൊരു കോളേജിൽ കൊണ്ടാക്കി അവർ ലാസ്റ്റ് സീറ്റ് ഇവിടെ കിട്ടി. ഇവിടെ പിന്നെ വലിയ ഡൊണേഷൻ കൊടുത്ത് അവനെ കൊണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഇളയ മോനൊക്കെ +1 കയറുക. അപ്പൊ ആ +1 കയറുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ചെറിയ അനുഭവം കൂടെ. ആ +1 കയറുമ്പോൾ ഇവൻ മാത്സ് എടുത്ത അവന് അഡ്മിഷൻ കിട്ടി. നല്ല മാർക്കുണ്ടല്ലോ സാധനം എടുത്ത് ഇവന് 76 ഉള്ളെന്നിട്ട് കിട്ടി. അപ്പൊ ഇവൻ പോയിട്ട് ആദ്യത്തെ ഒരു എക്സാം വന്നപ്പോ ഇവൻ എന്തിനോ ഫെയിലായി. അപ്പൊ ഇവനോട് അമ്മ എനിക്കൊരു ഭയങ്കര പാട്. അപ്പൊ ഞാൻ ഈ വലിയ ചർച്ചിൽ പോകുമ്പോ അവിടെ പ്രാർത്ഥിച്ച ഒരു കൊച്ചിനെ ദൈവത്തിനോട് ഞാൻ ഇവനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് എഴുന്നേറ്റ് നിന്നു. അവിടെ പാസ്റ്റേഴ്സ് പ്രാർത്ഥിക്കും. അപ്പൊ എന്റെ മനസ്സിലുണ്ട് ഇവന് ഇവിടെ ഒരു സൺഡേ ഒരു ബൈബിൾ ക്ലാസ് ഉണ്ട് ബുധനാഴ്ച, അപ്പം ഇവനെ കൊണ്ട് അതിനാക്കണമെന്ന്. ഈ മാത്സ് എടുത്ത പ്രാക്ടിക്കൽസ് എല്ലാം കൂടെ പാടും. അപ്പൊ ഞാൻ ഇവനോട് പ്രയാസമാണെന്ന് പറഞ്ഞു. ഞാൻ മോനെ കൊമേഴ്സിലോട്ട് മാറിക്കും, അമ്മ ലെറ്റർ എഴുതി തരാം പ്രിൻസിപ്പലിന്. ഇവനെ ലെറ്റർ എഴുതി കൊടുത്തു, ഇവനെ കൊമേഴ്സിലോട്ട് കൊണ്ട് മാറ്റി. അപ്പോഴത്തേക്ക് ഇവന്റെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം ടീച്ചേഴ്സ് കൊമേഴ്സിൽ ഇരുന്ന് കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാടാ മാത്സ് മാറ്റിയത്, ഒന്ന് തോക്കുന്നൊന്നും ഒരു കാര്യമൊന്നും അല്ലായിരുന്നു, എന്ത് പാടാ ഒരു അഡ്മിഷൻ കിട്ടാ, നീ എന്തിനാ അത് കളഞ്ഞെന്നു. അപ്പൊ ഇവൻ വൈകിട്ടല്ലേ പറഞ്ഞു, അമ്മ എന്തിനമ്മയെ മാറ്റി, അവരെല്ലാം എന്നെ വഴക്ക് പറഞ്ഞു, അത് തന്നെയായിരുന്നു നല്ലതെന്ന്. അപ്പൊ ഞാൻ ഈ ഭയങ്കര ജ്യോതിഷത്തിന് അഡിക്ഷനായിരുന്നു. ചെറിയ പ്രായത്തിന്റെ വിലമിച്ച് എന്നെ മടിയിരുത്തി നാഴിക വിനാഴിക എല്ലാം പഠിപ്പിച്ച് ഇങ്ങനെ 5 നാഴിക പുലർച്ചെ എന്ന് പറഞ്ഞാൽ അത് ഇത്ര 6 മണി 8 മണിയാണ് ഇങ്ങനെ സമയമൊക്കെ. തമ്പുരാന്റെ ഫ്രണ്ട്സ് പോലും സമയം നോക്കാൻ എന്നെ വിളിക്കുന്നത്, എത്ര നാഴികയുണ്ട്, അഷ്ടമി പഞ്ചമി എന്നൊക്കെ. അപ്പൊ ഇവനോട് ഓടിപ്പോയി മനോരമ കലണ്ടർ, ഞാൻ ഫോണേലാണ്, ഞാൻ ബാപ്റ്റൈസ്ഡാണ്, ഓടിപ്പോയി മനോരമ കലണ്ടറെ പോയി നോക്കുമ്പോ അഷ്ടമി. ഞാൻ എന്റെടാ തൊട്ടതെല്ലാം നഷ്ടമായിപ്പോയി, ഭയങ്കര മണ്ടത്തരായിപ്പോയി. അഷ്ടമിയുടെ അന്ന് നിന്നെ കൊണ്ട് പുതിയ ക്ലാസ്സിലിട്ട് ഞാൻ സ്കൂളിൽ തുറന്നാൽ വിടുന്ന പോലെ രാവുകാലം നോക്കി, അത് കഴിഞ്ഞിട്ടേ സ്കൂളിലോട്ട് ആദ്യത്തെ ദിവസം ഇറക്കി വിടുന്നു. അങ്ങനെ നോക്കുന്നത് അവൻ എന്നോട് ചോദിക്കാം,
അന്ന് ഇച്ചിരി പത്തിയൊക്കെ വെച്ചാൽ രക്ഷിക്കപ്പെട്ടില്ല. അതുകൊണ്ട് അമ്മ ബോളിംഗ് ബാറ്റേഴ്സ് ആയ അമ്മയാണ് പറയുന്നത് അഷ്ടമിക്ക് ഒപ്പം നഷ്ടമാണ്. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് ഇതുപോലെ പായലോട്ട് ഞാൻ കാര്യം കർത്താവ് എന്നെ ചൊവ്വാക്കാവുന്ന കർത്താവ് വിചാരിക്കണം, നടക്കത്തില്ല. എനിക്ക് ഇതിൽ നിന്നൊന്നും മാറാൻ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ കല്ലറയിൽ കാണുമ്പോ കല്ലറ കാണുമ്പോൾ നോക്കല്ലത്. പക്ഷെ അറിയാതെ എന്റെ കണ്ണി നാളേലും ആർക്കെങ്കിലും കൊച്ചുണ്ടായ ഉടനെ ഏത് നാളെ ഇതൊക്കെ എനിക്ക് അങ്ങ് അതൊക്കെ 40 വയസ്സോട് ആ റൂട്ടഡായിപ്പോയി. എനിക്ക് മാറുന്നില്ല. അപ്പൊ ഞാൻ ഒത്തിരി കാര്യം കർത്താവ് എനിക്ക് പറ്റുന്നില്ല ഇതൊന്നും. അപ്പൊ എനിക്ക് ഒരു വചനം തന്നു, ഗോഡ് വിൽ ഫുൾഫിൽ ഹിസ് പർപ്പസ് ഫോർ യു. സങ്കീർത്തനം 134 കർത്താവ് പൂർത്തിയാക്കും ഇതിനെ കുറിച്ചുള്ള പദ്ധതി. അത് ഓർത്തതിനു ശേഷം എന്നിട്ട് എനിക്കൊരു വചനം തന്നു, പകൽ ആദ്യത്തിനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ യാതൊന്നും ബാധിക്കില്ല. അപ്പൊ കർത്താവിന് നീ ഗ്രഹങ്ങളെയും ആദിത്യനെയും ചന്ദ്രനെയും നോക്കിയിട്ടല്ലേ നീ അഷ്ടമിയാ നവമിയാന്ന് ഇതിനെല്ലാം സൃഷ്ടിച്ച ഞാൻ പറയുവാണ് നീ ഒരു ചൈൽഡ് ഓഫ് ഗോഡാ, നിന്നെ ഇതൊന്നും ബാധിക്കത്തില്ല. അപ്പൊ അതിനു മുമ്പേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം ജാതകം എല്ലാം ഞാൻ കത്തിച്ചു കളഞ്ഞു. എന്റെ ഇളയ മോനെ കൊണ്ടാ കത്തിപ്പിച്ചത്. എന്നിട്ട് ഹൃദയത്തിൽ ഇതൊന്നും മാറുന്നില്ല. ജാതകം കത്തിച്ചിട്ടും ഈ നാടും നാഴികയൊക്കെ. അപ്പൊ ദൈവം എനിക്ക് ഈ വചനം തന്നു. അത് പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു. പകലാദ്യം രാത്രി ചന്ദ്രനോട് ഞാനിങ്ങനെ കണ്ടു. ഞാൻ മനോരമ കൽപ്പറയും നിർത്തിയായിരുന്നു. അങ്ങനെ നോക്കാതെ ദൈവകൃപയാലും എനിക്കിപ്പോ കൊച്ചുമോനുണ്ടായപ്പോ എന്റെ കസിൻ എന്നോട് പറഞ്ഞു, എടി ഇന്ന് നാളെ പറയാൻ തുടങ്ങി. ഞാൻ പറയടാ എന്നോട് പറയില്ല, എനിക്ക് കേൾക്കണ്ട. അതിനു മുമ്പ് നാട്ടിൽ ആർക്കും കൊച്ചുണ്ടായാലും അവരുടെ നാളെ ഞാനാണ്. ഇത് എന്റെ കുഞ്ഞുമോനുണ്ടായപ്പോ ഞാൻ നോക്കിച്ചില്ല കേട്ടോ. അതുപോലെ ദൈവം എന്നെ ആ ഒരൊറ്റ വചനത്താൽ ദൈവം വിടുവിച്ചു അതിരുന്നു. അപ്പൊ ഓരോ ഏരിയയിലും എനിക്ക് സ്ട്രഗിൾ വരുമ്പോൾ കർത്താവിന്റെ സന്ധ്യ മുട്ടുകുത്തിയ അപ്പൊ ശരിക്കും ദൈവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഉത്തരവില്ലാത്ത ഒന്നുമില്ല ഈ ലോകത്ത്. ഒരു സബ്ജക്റ്റിനും അതേത് വലിയ രോഗം തൊട്ട് എന്തൊക്കെയാണെങ്കിലും ഏത് പ്രശ്നത്തിനും കർത്താവിന്റെ ബുക്ക് എടുത്തോ. ഞാൻ എപ്പോഴും ഞങ്ങളുടെ പാസ്റ്റ് പറയുന്ന പോലെ ഒരു കാറ്റലോഗ് നമുക്ക് ജീവിക്കാനുള്ളത് തന്ന് ഇങ്ങോട്ട് വിട്ടേക്കുക. ഫ്രിഡ്ജ് മേടിക്കുമ്പോഴും ഒക്കെ നമുക്ക് മാനുവൽ എന്നും പറഞ്ഞപ്പോ തരുന്ന പോലെ ഒരു കാറ്റലോഗ് ദൈവം എങ്ങനെ ജീവിക്കണം, എങ്ങനെ മക്കൾ വേണം, എങ്ങനെ അമ്മ വേണം, അപ്പൻ വേണം, എങ്ങനെ യജമാനം വേണം, എങ്ങനെ ജോലിക്കാർ വേണം, എല്ലാം എഴുതി തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് അറിയാൻ ചെറുപ്പത്തിലെ അറിയാൻ പറ്റിയ ഓർക്കുമ്പോ എനിക്കങ്ങ് ശരിക്കും എന്തൊരു സന്തോഷമാകുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്റെ ആദ്യത്തെ ഒരു 20 വർഷത്തോളം എന്റെ നശിപ്പിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ കർത്താവിനെ കണ്ടെത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോ ഇത്ര 11ാം ക്ലാസ്സിലോട്ട് ഇവൻ കയറി. ഇവൻ അവിടെ ചെറിയ ഉഴപ്പൊക്കെ തുടങ്ങിയപ്പോ ശരിക്കും പറഞ്ഞ വിഷുവിനകത്ത് ഇവന് ഇല്ലെന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അവിടെ 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും തമ്മിൽ അടി ഉണ്ടായി. ഇതിന് സസ്പെൻഷൻ വരുന്നതിന് മുമ്പേ എന്നെ വിളിച്ചു, അമ്മ ചിലപ്പോൾ സസ്പെൻഷൻ വരും. ഞാനിവിടെ മുട്ടയിൽ പ്രാർത്ഥിക്കുക സസ്പെൻഡ് ചെയ്യേണ്ട കർത്താവെന്നാണൊക്കെ. അപ്പോഴത്തേക്ക് സസ്പെൻഷൻ വന്നു. എന്നെ വിളിച്ചു പറഞ്ഞു സസ്പെൻഡ്. വീട്ടിൽ വന്ന് ചുമ്മാ ഇരിക്കുക. അപ്പൊ പിള്ളേർ ഭയങ്കര കൂട്ടുകാരെ അപ്പനെ പോലെ തന്നെ 1000 എണ്ണം വരും. അപ്പൊ ഇവരെല്ലാം കൂടി ഇരുന്ന് അടുത്ത അടി ആലോചിക്കുക ബാക്കി അടുത്ത ക്ലാസ്സുകാരുമായിട്ട്. അപ്പൊ ഞാൻ തമ്പുരാൻ ഊട്ടിയിലാണ് കൂട്ടുകാർ. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, തമ്പുരാൻ ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ഇത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടാകും, അതുകൊണ്ട് നമുക്ക് ഇവനെ ധ്യാനം നടക്കുക, ധ്യാനത്തിന് കൊണ്ടുപോകാം. അപ്പൊ ഒരിക്കൽ ധ്യാനത്തിന് ചോദിച്ചാൽ എന്നെ വിടാത്ത ആള്. ഞങ്ങൾ ചെന്നേ പിന്നെ അവിടെ എത്ര ധ്യാനം കഴിഞ്ഞു വിട്ടില്ല. പക്ഷെ ഇത് കേട്ടപ്പോ കൊച്ചിന്റെ കാര്യം കേട്ടപ്പോ ഞാൻ എളുപ്പം വരാം, നീ റെഡി ആയിപ്പോ, അവരോട് തരുമോ സീറ്റ് തരുമോ ചോദിച്ചു പോവാന്ന്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ ആക്ച്വലി അവിടെ ഫുള്ളായിരുന്നു. അന്ന് ഭയങ്കര ആളാണ്, 250 പേരുണ്ട്. പല വീടുകളിലൊക്കെ താമസിച്ചു. പക്ഷെ എനിക്ക് ആ ഹോളിനകത്ത് അവിടുത്തെ ഡോമിൽ തന്നെ ഒരു സീറ്റും കിട്ടി. ഞാനും എന്റെ മോനും കൂടെ ഇളയ ആളും കൂടെ ധ്യാനം കൂടാനായിട്ട് ആദ്യമായിട്ട് പോയി. അപ്പൊ അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം തൊട്ടേ ഞാൻ കയറുമ്പോ ആദ്യം പ്രാർത്ഥിക്കുന്ന കർത്താവെ എന്റെ കുഞ്ഞിനെ മാറ്റണം, ഈ കുട്ടിയിട്ട് ഇതെല്ലാം മാറ്റി അവനെ ഒന്ന് കർത്താവ് ഒന്ന് തൊട്ടിറക്കണം. അങ്ങനെ ഞാൻ കർത്താവിന് കൊടുത്താൽ അപ്പോഴത്തേക്കും എന്റെ ഉള്ളിൽ നിന്നൊരു സ്വരം അപ്പോഴും ശരിക്കും എനിക്ക് അന്നും ആ സ്വരം കർത്താവിന്റെ അത് അത്രയ്ക്ക് ഉള്ളിൽ എന്ന് പറയും, നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവനെ ഞാൻ കൊണ്ടുവന്ന അവനെ തൊടും. അപ്പൊ ഞാൻ ഓർക്കുന്നതിന് എനിക്ക് എന്നാ കുഴപ്പം, ഞാൻ എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നു, എന്റെ പിള്ളേരെ പഠിപ്പിക്കുന്നു, എന്റെ കുടുംബം നോക്കുന്നു, എനിക്ക് നന്മ മാത്രം എന്റെ കണ്ണിൽ എനിക്കുള്ളൂ, ഒരു കുഴപ്പവും എനിക്കില്ല. ഈ ഞാൻ എങ്ങോട്ട് മാറാനായി പറയുന്നത്, എനിക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കാന്? ഇവരൊക്കെ ചൊവ്വാകുക, പിള്ളേർ ചൊവ്വാകുക, തമ്പുരാൻ ചൊവ്വ, ഇതൊക്കെ അല്ലാതെ എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അത് തന്നെ ചെന്നൈ ഉടനെ ധ്യാനത്തിലെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഞാൻ കേട്ടില്ല. മിണ്ടരുതൊന്നും ധ്യാനിക്കണം എന്നൊക്കെ പറയുന്ന ആദ്യം ഇനിഷ്യൽ ഒന്നും കേൾക്കാഞ്ഞുകൊണ്ട് ഒരു ദിവസം ലേറ്റ് ആയില്ലേ ചെന്ന്. അപ്പൊ എനിക്ക് അറിയത്തില്ല, ഞാൻ അവിടെ ഡോമിൽ പോയിരുന്നു വർത്താനവും ബൈബിൾ വായിക്കും, അന്നത്തെ വചനം ധ്യാനിക്കും, ഒട്ടും കോപ്പറേറ്റീവ് ആയിട്ടില്ല. ഞാൻ ശരിക്കും ഞങ്ങളുടെ ധ്യാനം കൂടി ഒരാൾ ഇറങ്ങിയ ശരിക്കും പറയുന്ന പോലെ പുതിയ സൃഷ്ടിയായി തന്നെ ഇറങ്ങും. ആ 7 ദിവസം കൊണ്ട് ഭയങ്കര നമ്മുടെ ഐഡന്റിറ്റി തൊട്ട് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം വരെ ഒരു നല്ല ഒരു ചെയിനായിട്ട് പോകുന്ന ഒരു ഇതാണ്. അപ്പൊ ഞാൻ ഒട്ടും കോപ്പറേറ്റ് ചെയ്യാതെ മോന് വേണ്ടി ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു,
ഇനി ഞാൻ കർത്താവിന് വേണ്ടി എന്നാ ചെയ്യാൻ, എനിക്കിനി ഒന്നും ചെയ്യാനൊന്നുമില്ല, ഞാൻ ഓൾറെഡി ചൊവ്വ, ഇനി ഇവരൊക്കെ ചൊവ്വാണ്. അപ്പൊ ഇവനാണെ കൈയും കെട്ടി, കൈ പൊക്കത്തില്ല, കൈ പൊട്ടത്തില്ല, ഇങ്ങനെ നിൽക്കും. ഇത് കാണുമ്പോ കഴിക്കാൻ വരുന്നിടത്തോ എല്ലാം ഇവനൊരു എന്നോടൊരു കൂടായിട്ട് അവന് ഇഷ്ടമില്ലായിരുന്നു കൊണ്ടുവരാൻ. അവനെ വലിച്ചുകൊണ്ട് വന്നു. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയാകുമ്പോ തമ്പാൻ കാറിൽ അങ്ങ് വരും. ഇവൻ ആ കാറിനകത്ത് മൊബൈലുമായിട്ട്, ഞങ്ങൾക്കില്ലല്ലോ അപ്പന്റെ കയ്യിലെ മൊബൈലും, അതുകൊണ്ട് അവിടെ പോയിരുന്നു വർത്താനം. കൂട്ടുകാരെ എല്ലാം വിളിച്ച് ഞാൻ വരുന്നവരെ, അപ്പൊ അവനും പറയടാ മാറല്ലേ കേട്ടോ, പോയ പോലെ തിരിച്ചു വരണം, തിരിച്ചു വരണം. അപ്പൊ അവൻ അതാ ഡിസിഷൻ, പോയ പോലെ അങ്ങ് തിരിച്ചു വരണം, പിന്നെയും കൂട്ടുകാരുടെ കൂടി നടന്നു. അങ്ങനെ ആ സമയത്ത് ഞാനാണേലും ഞങ്ങൾക്ക് ഇന്നർ ഹീലിംഗ് ടോക്ക് ഒക്കെ കേൾക്കുമ്പോൾ എനിക്കറിയാം ഞാൻ വൂണ്ടഡാന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞാൻ എഴുതുവോ, ഞങ്ങൾക്ക് ഇങ്ങനെ എഴുതുന്ന ഉണ്ട് ധ്യാനത്തിനകത്ത്. ഉച്ച കഴിയുമ്പോൾ എഴുതി എല്ലാവരും അവനവന്റെ എക്സ്പീരിയൻസും വൂൺസും, അതുപോലെ അൺഫോർഗീവ്നെസ് ഉണ്ട്, മറ്റുള്ളവർ ക്ഷമിക്കാൻ വേണ്ടി ഇതൊക്കെ എഴുതണം എന്നും. ഞാനൊന്നും എഴുതത്തില്ല. ഞങ്ങൾ രണ്ടുകൂടെ തമ്പാനും ഞങ്ങളുടെ വർത്താനം പറഞ്ഞ എവിടെയെങ്കിലും ഒരു റിസോർട്ട് പോലെ ആ സ്ഥലം, അവിടെ പോയി ഞങ്ങൾ ഇരിക്കും. വൈകിട്ട് ആകുമ്പോൾ ഞാൻ തിരിച്ചു പോകും. അങ്ങനെ ഒരു ഉഴപ്പ് ഞാൻ ധ്യാനം കൊടുക്കും. പക്ഷെ എന്റെ കൊച്ചിന് ഡെലിവറൻസ് ഒക്കെ ആയപ്പോൾ അവനെ കർത്താവ് തൊട്ടു. അവൻ ആ ഡെലിവറൻസിന്റെ സമയത്ത് അവന് ഭയങ്കര ഒരു ഫീലായിരുന്നു, ദേഹത്തു നിന്നൊക്കെ എല്ലാം ഇറങ്ങി പോകുന്നതും എല്ലാം അവനങ്ങ് ഫീൽ ചെയ്യും. അപ്പം ബാപ്റ്റിസം, ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തിന്റെ സമയത്ത് അവന് തലയെ കഴിച്ച് അവന് ഭയങ്കര അതും ഒരു അനുഭവമായിട്ട് അവന് തോന്നി. അപ്പൊ അങ്ങനെ അവൻ രക്ഷിക്കപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറഞ്ഞൊന്നും ഇല്ലെങ്കിൽ അവന് ഭയങ്കര ഒരു അനുഭവത്തോടെ അവിടുന്ന് ഇറങ്ങുന്നത്, എൻറ്റയർലി മാറി ഇറങ്ങുന്നത്. അതും ഗ്രാജുവലി ആയിരുന്നുള്ളൂ. അങ്ങനെ ഞാനും എന്റെ മോനും ശരിക്കും പറഞ്ഞ രക്ഷിക്കപ്പെട്ടപ്പോ അവൻ എന്നോട് വീട്ടിൽ വരുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ ഓരോന്ന് കർത്താവ് പറഞ്ഞു പറഞ്ഞ അവൻ പറയാനില്ല. ഡിസംബറിന് മുമ്പ് ഞാൻ ഡിസംബർ 31 മുമ്പ് ഞാൻ ബാപ്റ്റിസം എടുക്കും, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ ഈ വെനസ്ഡേ ആരാധന കഴിഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ചോദിക്കും, അങ്ങളെ എന്നെ സ്നാനപ്പെടുത്താവോ? അപ്പൊ നിനക്ക് 16 വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇപ്പൊ സ്നാനപ്പെടുത്താൻ പറ്റത്തില്ല, ഇച്ചൂടെ മുന്നോട്ട് പോട്ടെ, നീ ജീവിക്കും, കർത്താവ് ജീവിച്ചു. ഇങ്ങനെ എല്ലാ ആഴ്ചയും ചെല്ലുമ്പോൾ ജോസിയാൻ അവനെ താഴോട്ടിറക്കി വിടും. ഇല്ല മോനെ സമയമായിട്ടില്ല, ഇച്ചൂടെ കഴിയിട്ട് ചൂടെ. അപ്പൊ ഒരു ദിവസം ലാസ്റ്റ് പറഞ്ഞു, നീ നിന്റെ പേരൻസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ പരിചയപ്പെട്ടില്ല അന്നേരം. എന്നിട്ട് ഞങ്ങള് ചോദിച്ചു, നിനക്ക് വിരോധമില്ലേ ഇവരെ സ്നാനപ്പെടുത്തി? ഞാൻ സ്നാനപ്പെടുത്തിക്കോളാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറയാമെന്ന് പ്രാർത്ഥിച്ചിട്ട് വിളിച്ചു പറഞ്ഞു, ജാൻ 2 ഒരു ധ്യാനം തീരുന്ന ദിവസം, വേറെ എപ്പോഴും ഉണ്ട് ധ്യാനം, അന്ന് നീ വന്ന് സ്നാനപ്പെടാൻ വന്നോളാം. അപ്പൊ ഞാൻ ഓർത്തു, കർത്താവ് ഇവനോട് പറഞ്ഞത് ഡിസംബർ 30 മുമ്പ് സ്നാനപ്പെടുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇതെന്നാ ജാൻ വരെ പോയതെന്ന് മനസ്സിലാവും. പക്ഷെ ആ ധ്യാനത്തിന് ജോസേന്റെ മകളും കൂടുന്നുണ്ടായിരുന്നു, മൂത്ത മോൾ. ആ മോക്ക് എന്തോ തിരിച്ച് കൂർഗിന് പോകാൻ അത്യാവശ്യമുണ്ട്. ധ്യാനത്തിന്റെ ബാപ്റ്റിസം പ്രീപോണ്ട് ചെയ്യും, ഡിസംബർ 29 ബാപ്റ്റിസം പുള്ളിക്കാരി. അങ്ങനെ ഇവൻ പറഞ്ഞതുപോലെ ഡിസംബർ 30 മുമ്പ് 29 2003 അവൻ സ്നാനപ്പെടും. അത് കഴിഞ്ഞ് ഞാൻ 2003 തന്നെ ജൂലൈയിൽ സ്നാനപ്പെടും. അങ്ങനെ ഞങ്ങള് വീണ്ടും ഇതിനകത്ത് പോകാൻ തുടങ്ങി. അപ്പം തമ്പുരാന് അടുത്ത മാറേണ്ട ആൾ തമ്പുരാനാന്നുള്ള ഇത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ എന്നോട് മാറാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും റിബൽ ചെയ്തുകൊണ്ട് കർത്താവിനോട് കൂടുതൽ ഇടപെട്ടില്ല. ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന്, അത് ഞങ്ങൾക്ക് സൺഡേ വർഷിപ്പ് തുടങ്ങിയ സമയം, അപ്പൊ സാറ്റർഡേ ധ്യാനം കഴിഞ്ഞ് സൺഡേ ചെല്ലുമ്പോഴത്തേക്കും ഒരു ലീലാൻറ്റി എന്ന് പറഞ്ഞ ഒരു എന്നെ കാട്ടി 25 വയസ്സ് മൂത്തൊരു ആൻറ്റിയ, പുള്ളിക്കാരി എനിക്കൊരു ബുക്ക് സൺഡേ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, മായ ഞാൻ ഇങ്ങനെ ഡൈനിങ് ഹാളിൽ കൂടെ നടക്കുമ്പോ എല്ലാം ഈ ബുക്ക് എന്നോട് കർത്താവ് ഇങ്ങനെ ഉള്ളി പറയുക, ഈ ബുക്ക് എടുത്തപ്പോ എന്നോട് പറഞ്ഞു, ഇത് മായാത്തമ്പാന്, വേറെ മായുണ്ട്, മായാത്തമ്പാന് കൊണ്ട് കൊടുക്കണം ഈ ബുക്ക്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ അതുകൊണ്ട് എന്റെ ചേർച്ചിൽ പോകുന്ന ബാഗിനകത്ത് വെച്ചേ പിന്നെ എനിക്കൊരു പീസ് കിട്ടിയത്. അന്നേരം ഞാൻ ഉച്ചയ്ക്ക് വന്ന ഉടനെ എളുപ്പം പോയി ഈ ബുക്ക് എടുത്ത് വെച്ച് ലഞ്ച് കഴിഞ്ഞ് നോക്കുമ്പോ അതിനകത്ത് എഴുതിയേക്കുക, ചേഞ്ച് മൈ ഹസ്ബൻഡ്, ഈ പ്രാർത്ഥന നീ നിർത്ത്. അത് സ്റ്റോബി ഒമാഷി എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയ പവർ ഓഫ് ദ പ്രേയിങ് വൈഫ്, അത് ആ ബുക്കിന്റെ പേര്. അപ്പൊ ആ ബുക്കിൽ ഇങ്ങനെ എഴുതിയപ്പോ അതുകൊണ്ട് ചേഞ്ച് മീ ഓലോ ഇന്ന് തൊട്ട് അത് പ്രാർത്ഥിക്കും. അപ്പൊ എന്നെ ഈ ധ്യാന ഹോളിൽ കേട്ട സ്വരം ഇത് തന്നെയാണ്, നീ മാറും. അപ്പൊ ഞാൻ പോയി മുട്ടയും ചോദിച്ചു, കർത്താവ് എനിക്ക് എന്താ കുഴപ്പം, ഞാൻ എന്നാ ചെയ്തിട്ട് എന്നോട് മാറുന്നു പറയുന്നത്. അപ്പൊ ദൈവം എന്നെ ശരിക്കും കാണിച്ചു തരുവാ. ഞങ്ങളുടെ ആ വിവാഹ ജീവിതം മുഴുവൻ ഇത്രയും തമ്പുരാൻ പുറകോട്ട് പോയതിന് എല്ലാം റീസൺ ആക്ച്വലി ഞാൻ അന്ന് കർത്താവ് എന്നെ വചനത്തിൽ Proverbs 30 ഒരു വചനം ഉണ്ട്, an unloved woman when she gets married even the earth can bear her. ഭൂമിക്ക് പോലും അവളെ സഹിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അപ്പന്റെ സ്നേഹം കിട്ടാതെ, ആരുടെ സ്നേഹം കിട്ടിയില്ലെന്ന് വേണമെങ്കിൽ പറയാം, ആരും ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും എനിക്ക് അങ്ങനെ ഒരു
ലാളനയോ സ്നേഹമോ. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ഒരു ക്രേവിങ്, ഒരു ചൈൽഡിന്റെ ക്രേവിങ് ഉള്ളിൽ കിടക്കുന്ന ഞാൻ ഒരിക്കലും ഒരു നല്ല ഹൗസ് വൈഫായിട്ട്, ഒരു ഹോം മേക്കർ ആയിട്ട് എന്നെ തീർക്കാൻ പറ്റത്തില്ല. ഞാൻ അതിൽ നിന്ന് ഹീലിംഗ് എടുത്ത് എന്നെ മാറ്റേണ്ട ആവശ്യം ദൈവം എന്നെ കാണിച്ചു തരും. അതുപോലെ ഞാൻ ഈ മാറാൻ കിടന്ന് കുസ്തി പിടിക്കുമ്പോൾ ഉപദേശവും പറച്ചിലും വചനം പറച്ചിലും ഒക്കെയാണ്. വചനം പറയുന്നതും കർത്താവിനെ വെളിപ്പെടുത്തി കാണിച്ചു. എന്ന് വെച്ചാൽ ഞാന് തമ്പുരാൻ എനിക്ക് കിട്ടിയ വെളിപ്പാടുകളെല്ലാം കൂടെ എഴുതി പേപ്പറേൽ കടയിൽ പോകുമ്പോൾ കൊടുത്തു വിടും. പുള്ളി ആ പേപ്പറിന്റെ കോപ്പിയൊക്കെ എടുത്ത് അവിടെ വരുന്ന വേറെ പള്ളിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ എടുത്തു കൊടുത്ത് എന്നെ അമ്മ ഒന്ന് വഴക്കും പറഞ്ഞു, പൗരോഹിത്യത്തിനെതിരെ ഒക്കെ എഴുതി എന്നും പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല നീ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് മനസ്സിലാവുന്നവർക്ക് മനസ്സിലാകട്ടെന്ന് വെച്ച് കോപ്പി എടുത്തു കൊടുത്ത. അപ്പൊ അവിടെയൊക്കെ ഞാൻ പരാജയപ്പെടുമായിരുന്നു. ശരിക്കും അതേ ടോക്ക് യോസ്യാൻ പഠിപ്പിച്ചപ്പോൾ തമ്പുരാൻ മനസ്സിലായി, ഇബ്രാഹിമിനൊക്കെ പഠിപ്പിച്ചപ്പോൾ മനസ്സിലായി. പക്ഷെ ഞാൻ കിടന്ന് അലച്ചിട്ട് അവിടെ ഒന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ല. ചിലപ്പോൾ അല്ലാത്തതുണ്ട്, അല്ലാത്തവരോണ്ട് കേട്ടോ, ഭാര്യ പറഞ്ഞ് കേട്ട് വന്നവരോട്. പക്ഷെ എനിക്ക് അവിടെ ഒന്നും പ്രാക്ടിക്കലി നടന്നില്ല. അന്നേരം ഈ കർത്താവ് ഒരു വചനം 1 Peter 3 തോന്നുന്നു, ഒരു ജെന്റിൽ ക്വയറ്റ് പീസ്ഫുൾ സ്പിരിറ്റ്, സൗമ്യതയും സാവധാനതയും ഉള്ള നടപ്പ് ഭാര്യ, അത് കണ്ടാല് ഏത് വചനം അനുസരിക്കാത്ത ഭർത്താവും വചനം അനുസരിച്ച് ഈ വചനം എന്നെ കാണിച്ചത്. അപ്പൊ ഞാൻ ഓർത്തു, അപ്പൊ എനിക്കാണ് മാറ്റം വേണമെന്ന് അങ്ങനെ എനിക്ക് മനസ്സിലായി. ഞാൻ മാറിയ, ഞാനിവിടെ ഈ വരുമ്പോ സ്വസ്ഥത കൊടുക്കാതെ പുറകെ നടന്ന് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങ് ഭയങ്കരമായിട്ട്, അല്ല ആക്ച്വലി ആള് ഒരു ഫാമിലി കെയർ അല്ലാത്ത ആളല്ലായിരുന്നു. എന്റെ പെരുമാറ്റമാണ് ഇത്രയും വഷളാക്കിയത് എന്റെ ഫാമിലി ലൈഫിൽ നിന്ന്. ദൈവം എന്നെ കാണിച്ചു എന്റെ അൺലൗഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ആണ് ഇതിനെല്ലാം കാരണം. അപ്പൊ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് എന്നെ മാറ്റണം, ഞാനല്ല മാറണ്ട, എന്നെ മാറ്റണം. അന്ന് തൊട്ട് ദൈവം എന്നെ പയ്യെ പയ്യെ എന്റെ കപ്പടത, അതായത് എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലും എന്റെ സ്വന്തം വീട്ടിലൊന്നും അധികം അങ്ങനെ വഴക്കമൊന്നും ആരോടും ഇല്ല. എനിക്ക് അൺഫോർഗീവ്നെസ് ഇല്ലെന്നല്ല, പക്ഷെ ഞാൻ ആരും ഇല്ലാതെ വെച്ച് നന്നായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ്. അപ്പം ദൈവം എന്നെ കാണിച്ചു, നിന്റെ ഹൃദയം നിറച്ച് കപടതയാണ്. നീ പുറമെ എല്ലാരും ചിരിച്ചു കാണിച്ച് വഞ്ചിച്ച് ഹൃദയത്തിൽ എല്ലാവരോടും കയ്പും കഴുത്തും കുശുമ്പും അസൂയയും ഒരാളുടെ ഉയർച്ചയെ സന്തോഷിക്കാത്തൊക്കെ എന്റെ അകത്ത് നിറച്ചിട്ട് ഈ പുറമെ കാണുന്ന ഞാനേ അല്ല. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി, എന്നെ ശരിക്കുള്ള ഞാനാന്ന് ആരാന്ന് കണ്ടപ്പോഴേ. അതുവരെ ഞാൻ കാശ്മീർ കൊടുത്തു മുല്ലപ്പും വെച്ച് അങ്ങനെ നിൽക്കുന്ന കർത്താവിനെ നേക്കടാന്ന് കാണിച്ചത്. എനിക്ക് തുണിയേ ഇല്ല, ക്രിസ്തുവിനെ എടുക്കാൻ തുടങ്ങിയാലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പയ്യെ പയ്യെ ഇരുന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ. എനിക്ക് അതോടെ മറ്റുള്ളവരെ മാറ്റാനുള്ള ബേർഡൻ ഹൃദയത്തെയും ദൈവം എടുത്തു മാറ്റി. അന്ന് തൊട്ട് എന്റെ മാറ്റത്തിന് വേണ്ടി കർത്താവ് എന്നെ മാറ്റണം, നിനക്ക് പറ്റുന്ന ഒരു പാത്രമാക്കി എന്നെ മാറ്റണം, നല്ലൊരു ഹോം മേക്കർ, നല്ലൊരു ഭാര്യ, ഒരു പുതിയ ഭാര്യയാക്കി എന്നെ കൊടുക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനും ആ ബുക്ക് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പവർ ഓഫ് ദ പ്രേയിങ് വൈഫ് എന്നുള്ള ബുക്ക് സോമവാശിന്റെ, അതും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഞാൻ ഇങ്ങനെ ഗ്രാജുവലി പ്രാർത്ഥിച്ച് അതിൽ നിന്നൊക്കെ ഗ്രാജുവലി മാറി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ സൺഡേ വർഷിപ്പ്, ഞങ്ങൾ ഇവിടെ നല്ല പയ്യെ പയ്യെ ചർച്ചിലെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആയി തുടങ്ങി. മൂത്ത മോൻ പഠിത്തം കഴിഞ്ഞു, അവൻ മാത്രമുള്ളായിരുന്നു ആദ്യം ഇച്ചിരി എതിർപ്പെന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ പോയിട്ട് തന്നെ എനിക്ക് ഫിനാൻഷ്യലി ഒന്നും ശരിക്കും കർത്താവിലായിട്ട് എനിക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ഒത്തിരി ഒന്നും കാണിക്കാനോ, രോഗസൗഖ്യം അല്ലെങ്കിൽ രോഗസൗഖ്യം മെറ്റീരിയൽ അല്ല, എന്നാൽ ഇപ്പൊ പണം അല്ലെങ്കിൽ കാറ് ഇങ്ങനെയുള്ള ഒന്നും കാണിക്കാനൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇച്ചിരി നല്ലതായിരുന്നു വേണേ പുറകിലെന്ന് പറയാൻ പറ്റും. അങ്ങനെയായിരുന്നു അന്ന് ജീവിച്ചിരുന്ന, കാറും ഡ്രൈവറും ഒക്കെ ആയിട്ട് എല്ലാ വിധത്തിലും നല്ല സൗകര്യത്തോടെ ജീവിച്ച. അപ്പൊ പിള്ളേരിങ്ങനെ ചോദിക്കും എന്നെ അമ്മയ്ക്ക് കിട്ടിയ, അമ്മ മൂത്ത മോൻ പ്രത്യേകിച്ച് എന്ത് കിട്ടി? ഞാൻ പറയും പോലെ നമ്മുടെ വീട്ടിനകത്ത് സമാധാനം കിട്ടിയില്ലേ, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ ബൈബിളും കൊണ്ടൊക്കെ തമ്പുരാൻ എടുത്ത് ചെല്ലുമ്പോ എന്നെ പണ്ട് ആട്ടി ഓടിക്കും. പിന്നെ ഇനി ഞാൻ കണ്ണാടി വെച്ചത് വായിക്കാൻ പോവാ. പുള്ളി വൈകിട്ട് എന്തോ സർവശക്തി ഒക്കെ ചൊല്ലി ഒരു കുരിശും വരച്ചൊക്കെയാ കിടക്കുന്നത്, പക്ഷെ ബൈബിൾ വായന ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. തമ്പുരാൻ രാവിലെ ഇരുന്ന് ബൈബിള് വായിക്കാൻ തുടങ്ങുന്നൊക്കെ എനിക്ക് ശരിക്കും ഇനി ഒന്നും നടന്നില്ലേലും വേണ്ടില്ല, ഇത്രയൊക്കെ എന്റെ ദൈവം എന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് സമാധാനവും സന്തോഷവും ഒക്കെ വന്ന്. അവൻ 2007 അവനാണെങ്കിൽ കോളേജിൽ കിടന്ന് ഭയങ്കരമായിട്ട് മൂത്ത ആൾ ഉഴപ്പി. ആ കോളേജുകാരൻ എന്നോട് പറയുമായിരുന്നു, ഇവനെ നിങ്ങൾ നിർബന്ധിച്ച് ധ്യാനത്തിനൊക്കെ കൊണ്ടുപോയിട്ടാ ഇവൻ ഇങ്ങനെ റിബല്യസ് ആയിട്ട് നിൽക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇവനെ പ്രാർത്ഥനയ്ക്ക് നിർബന്ധിക്കുന്നത്? ആക്ച്വലി അങ്ങനെ വലിയ നിർബന്ധവും ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല, ഒരു ധ്യാനം നിർബന്ധിച്ച് കൂടിയിട്ടുണ്ട്. അതിന് ടെസ്റ്റായെന്ന് എനിക്ക് തോന്നി. എനിവേ അവൻ ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ കോളേജിൽ ചെന്നിരുന്ന് അവനെന്നെ ഒത്തിരി വഴക്കല്ല ഇതിനെ പറ്റി പറഞ്ഞു. ഞാൻ അവിടുന്ന് കരഞ്ഞു പറഞ്ഞു, കർത്താവേ നീ നിന്നെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഇത് വരുന്നതെന്നാണല്ലോ ഈ HOD പറയുന്നത്. അപ്പൊ ഇവനെ മാനിച്ചിറക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ശരിക്കും അതും ഒരു അത്ഭുതമാണ്. ഇവന് അവസാനം 13 പേപ്പർ അരിയർ കിടക്കുക.
8 പേപ്പർ മുന്നിൽ എഴുതാൻ കിടക്കും. എല്ലാം കൂടെ ഒരു 22 പേപ്പർ എഴുതാനുള്ളപ്പോ അവിടെ ഒരു ഇന്റർവ്യൂ 4th ഇയർ 3rd ഇയർ ഇന്റർവ്യൂ വരും. അപ്പൊ ഇന്റർവ്യൂല് വലിയൊരു കമ്പനിയിലെ ഇന്റർവ്യൂ ആണ്, ആ ക്യാമ്പസ് ഇന്റർവ്യൂ. അപ്പൊ അതിനെപ്പറ്റി പേപ്പറിൽ ഫ്രണ്ട് പേജിൽ ഒരു ആഡും. പല കോളേജുകളിൽ നിന്നാണ് അതിന് ആൾക്കാർ ഇന്റർവ്യൂ വരും. അപ്പൊ ഇവൻ എന്നെ, ഞാൻ രാവിലെ ചോദിച്ചപ്പോ സൺഡേ ഇന്റർവ്യൂ, രാവിലെ ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവൻ എന്നെ വന്നിട്ട് പറഞ്ഞു, അമ്മ അല്ല കിച്ചണിൽ നിന്ന് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തു. അപ്പൊ എന്നോട് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, എന്നെ ഒരു സാറ് നിർബന്ധിക്കുക, ഒരു ഇന്റർവ്യൂ ചുമ്മാ ജസ്റ്റ് അറ്റൻഡ് ചെയ്യടാ, എങ്ങനെയാന്ന് പഠിക്കാൻ വേണ്ടി. ഇവൻ അറിയാൻ കിട്ടത്തില്ല വെച്ചാൽ ഒട്ടും പേപ്പർ ഒന്നും ക്ലിയർ ചെയ്തിട്ടില്ല, എല്ലാം കൂടെ 22 പേപ്പർ എഴുതാൻ കിടക്കും, ഒരിക്കലും ജോലി കിട്ടാൻ പോകുന്നില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ ഞാൻ ഇങ്ങനെ കർത്താവ് ഇത്രയും നല്ല പിള്ളേർ വരുന്നിടത്ത് ഇവൻ എങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, മനസ്സിങ്ങനെ നീ അവരെ യേശുവിന്റെ നാമത്തെ അനുഗ്രഹിച്ച് വിട്ടാൽ മതി. ദാവീദ് യുദ്ധം ചെയ്യാൻ പോയപ്പോ യഹോവയുടെ നാമത്തിലാ പോയത്, അല്ലാതെ വേറെ ഒന്നും ഇല്ലായിരുന്നു അവന് കയ്യില്. അപ്പൊ ഞാൻ സിറ്റിംഗ് റൂമിൽ പോയിട്ട് കർത്താവ് പ്ലസ് പോയിന്റ്സ് ഒന്നും എന്റെ മോന് പറയാനില്ല, പക്ഷെ യഹോവയുടെ യേശുവിന്റെ നാമത്തിൽ അവനെ അനുഗ്രഹിച്ച് ജോലിക്ക് വിടുക, നിന്റെ ഹിതമാണ് കൊടുക്കാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു വിടും. രാവിലെ 8 തൊട്ട് വൈകിട്ട് 5 മണി വരത്തെ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പൊ ഞാനത് മനസ്സിൽ നിന്ന് വിട്ടു, എനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു സത്യത്തിൽ. അപ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡ് ഒക്കെ ഇങ്ങനെ ആൻസൈറ്റിൽ ഇരിക്കും. 5:30 ആയപ്പോ അവൻ വിളിച്ചിട്ട് അവൻ പറഞ്ഞ ഇങ്ങനെ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് അമ്മ ഐ ഗോട്ട് ഇറ്റ്, അങ്ങനെ പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് അവൻ HOD ദിവസം ലഡു കൊണ്ട് പോയപ്പോ പുള്ളിക്കാരി ചോദിച്ചു, എടാ നിനക്ക് എങ്ങനെയാ വെച്ചാൽ അവന്റെ ക്ലാസ്സിൽ മെക്കാനിക്കൽ ഡിവിഷനിൽ ഇങ്ങനെ ഒരാൾക്കേ ഉള്ളൂ ആ ജോലി കിട്ടിയത്, ബാംഗ്ലൂർ. അപ്പം അത് ശരിക്കും ദൈവം അവനെ അവിടുന്ന് മാനിച്ച് തന്നെയാണ് ഇറക്കിയത്. അതൊക്കെ ഈ പേപ്പേഴ്സ് ഒക്കെ പിന്നെ ജോലിയിൽ ഇരുന്നുകൊണ്ടാണ് അവൻ എഴുതിയെടുത്ത ജോലി. ആ 2000 ആ സമയത്ത് ശരിക്കും ഇത്രയും ജോലി എളുപ്പമാകുന്ന ഒരു സമയമല്ല. ദൈവം അത്ഭുതകരമായിട്ട് ജോലി കൊടുത്തു, പേപ്പേഴ്സ് എല്ലാം എഴുതിയെടുത്തു, വീട്ടിൽ വന്ന് ജോലി കഴിഞ്ഞ ഇടയ്ക്ക് ജോലി റിസൈൻ ചെയ്ത് വന്ന് ആ സമയത്ത് ഞങ്ങൾ 3 പേരും ഈ പ്രാർത്ഥന ഇത്രയും നിൽക്കുമ്പോൾ ഇവൻ തന്നെത്താൻ നെറ്റി കയറി പല ടീച്ചേഴ്സിനെ എല്ലാം കേട്ടു. ഒരു 2007 ഡിസിഷൻ എടുത്തു, ബാപ്റ്റിസം എടുക്കാൻ എനിക്ക് ആഗ്രഹമാണ്. ഞങ്ങൾക്ക് ഷോക്കായിരുന്നു ഇത്രയും കുറവിട്ടും. എന്നിട്ട് ഇവനൊരു 2 മാസം കഴിഞ്ഞാൽ ബാപ്റ്റിസം അവന്റെ ഫ്രണ്ട്സിനെ എല്ലാം ബാംഗ്ലൂരും അവിടെ ഇവിടെ മദ്രാസിലും ഒക്കെ ഉള്ള എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ബാപ്റ്റിസം എടുക്കാൻ പോവാ അമ്മയുടെ ഒക്കെ. അപ്പൊ അവർക്കെല്ലാം ഷോക്കായിരുന്നു, ഇത്രയും ഉഴപ്പി നടന്നു വെച്ച്. അപ്പൊ അവരെല്ലാം കൂടെ ഇവനെ ക്ലബിൽ വിളിപ്പിച്ചു. ഞാനിവനെ വഴക്കൂല, എന്തിനാ മോനെ ഇങ്ങനെ ഒരു ശുശ്രൂഷ ഇപ്പൊ വിളിച്ചെല്ലാരോടും ഇങ്ങനെ പറയാൻ പോയ. അപ്പൊ പറയാ ചെല്ലുവാ, അതുപോലെ പോവും. അവൻ പോയിട്ട് രാത്രി 12 കഴിഞ്ഞാ തിരിച്ചു വരും. എല്ലാവരോടും ഇങ്ങനെ പറയും, നിന്നെ ഡിസെപ്ഷനിലാക്കിയുടെ അമ്മ അപ്പനോട് ബ്രെയിൻ വാഷ് ചെയ്ത് നിന്നെ നശിപ്പിച്ചു, എന്തിനാണ് ഇതിനകത്ത് പറയുന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് നഷ്ടപ്പെടുന്നത് ഇതിനകത്ത് പോയി നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കൂടെ ഉള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ലിങ്ക്സ്, ഇതൊക്കെയാണ് എനിക്ക് നഷ്ടപ്പെടും. പക്ഷെ എനിക്ക് കിട്ടിയതിനെ പറ്റി എനിക്ക് നല്ല അഷുറൻസ് ഉണ്ട് എന്റെ ഹൃദയത്തിൽ. നിങ്ങൾ ഡിലീറ്റ് ആകാതെ തപ്പാൻ പറഞ്ഞു. ഇവൻ അതിനകത്തുനിന്ന് സന്ധ്യ തൊട്ട് 12 വരെ ഇരുന്നിട്ട് ഞാൻ പേടിച്ചിരിക്കുക തിരിച്ചു വരാൻ കഴിഞ്ഞാൽ. പക്ഷെ അവനെങ്ങനെ പറഞ്ഞു, അവർ ഒത്തിരി എന്നെ പുഷ് ചെയ്തു. പക്ഷെ അന്ന് അവൻ 23 വയസ്സും കർത്താവിന്റെ കൃപയാൽ അവൻ വചനം പറഞ്ഞ് അവൻ എഴുന്നേറ്റ് വിളിച്ചു. പിന്നെ അവൻ സ്ട്രോങ് ആയിട്ട് കർത്താവ് നിന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ സഭയില് അന്നേക്ക് സന്തോഷത്തോടെ നിന്നു. ദൈവം ഇത്രത്തോളം നടത്തി. മൂത്ത കല്യാണം കഴിഞ്ഞ് അവനിപ്പം ന്യൂസിലൻഡിൽ ഒരു കുഞ്ഞുണ്ട്. പിന്നെ 2ാമത്തെ ആളുടെ കല്യാണം ഒരു 6 മാസം മുമ്പ് കഴിഞ്ഞ് അവന് ന്യൂസിലൻഡിൽ തന്നെ നിൽക്കുന്നതിന് ഞാൻ മറന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഞങ്ങൾക്ക് ഒത്തിരി സ്ട്രഗിൾസ് ഇതിനിടയിൽ വന്നിട്ടുണ്ട്. 20 വർഷത്തിനിടയിൽ ഞങ്ങളെ സൺഡേയിലും ഞങ്ങളുടെ പാസ്റ്റർ എപ്പോഴും പറയും, സൺഡേ വർഷിപ്പിട്ടെങ്കിലും പോലെ. അത് കാരണം ഒത്തിരിയും പേരുടെ പിണക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ 2 വീട്ടിലും കല്യാണങ്ങളായാലും എല്ലാം ഇവർ സൺഡേ ആണ് എപ്പോഴും വെക്കുന്നത്. അപ്പൊ ഞങ്ങൾ അത് കളഞ്ഞു പോകുന്നു. കാരണം എല്ലാവർക്കും ഇതെന്തോ പ്രാർത്ഥനയായത് ഇങ്ങനെ ഒരു ഇതുണ്ട്. അതുപോലെ എന്റെ വീട്ടുകാർക്കൊക്കെ ആണെങ്കിലും എന്നോട് പറയുന്നില്ലെങ്കിലും പറയാറുണ്ട്, എന്റെ സ്വന്തം സഹോദരൻ പറയാറുണ്ട്. എന്നാൽ എന്റെ അമ്മയാണേലും അവർക്ക് വട്ടായി പോയി ഇങ്ങനെ പറയും, അവർക്ക് വട്ടായി പോയ പോലെ. എന്നെ അതൊരു ഇൻസിഡന്റ്. എന്നെ ഞാൻ ഈ സ്നാനപ്പെട്ട സമയത്ത് എന്റെ അമ്മ ഞങ്ങൾക്ക് ഒരു ചടങ്ങുണ്ട്, മരിച്ചവർക്ക് വേണ്ടി കഴിഞ്ഞിരുന്ന. എന്റെ അപ്പ മരിച്ചത്, അപ്പൊ അതിനു വേണ്ടി എല്ലാ വർഷവും ഞാനത് ചെയ്യുന്നു. അപ്പൊ അമ്മച്ചി എന്നെ ബാപ്റ്റിസം കഴിഞ്ഞ ഒരു 1-2 മാസം കർക്കിടകത്തിന്റെ വിളിച്ച് ആ സമയം അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ സ്നാനപ്പെട്ടു, ഇനി ഞാൻ എങ്ങനെ പോയി ആവട വെക്കുക അല്ലെങ്കിൽ വെള്ളം കൂടി വെക്കുക, ഇനി ഞാൻ എങ്ങനെ പോകും കർത്താവെ ചോദിച്ചപ്പോ അന്ന് എനിക്ക് മറുപടി ഒന്നും കിട്ടില്ല. പക്ഷെ രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എണീക്കുക. ഞാൻ എന്തായാലും അമ്മച്ചോട് നോ പറയും, പക്ഷെ അമ്മച്ചി എന്നെ കരയും, എന്റെ അമ്മച്ചി വിഷമിക്കാൻ ഭയങ്കര തന്നെ. പക്ഷെ രാവിലെ അമ്മച്ചി വിളിച്ചിട്ട് എന്നോട് പറയാം, 5:30-6 ആയപ്പോൾ വെച്ചോണ്ടാ,
മോളെ നീ വരണ്ട കേട്ടോ, എനിക്ക് ചെറിയ കണ്ണിനൊരു ഇൻഫെക്ഷൻ പോലെ തോന്നുന്നു, കൊച്ചു സ്കൂളിൽ പോകണ്ടല്ലേ, അതുകൊണ്ട് നീ വരണ്ട എന്ന് പറഞ്ഞാൽ അന്ന് എന്നെ സേവ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 3-4 വർഷം കഴിക്കും പോലെ പിന്നെ ഞാൻ പയ്യെ അമ്മച്ചോട് പറഞ്ഞു എന്റെ വിശ്വാസം മാറിയത്. എന്നിട്ട് ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അവിടെ വലിയ ഹോമം നടത്തുക, പ്രശ്നം വെക്കുമ്പോഴത്തേക്കും നിന്നൊക്കെ അപ്പടി പ്രശ്നം, ബാക്കി അവിടെ ആർക്കും, എല്ലാ ഫാമിലി മുഴുവനുണ്ട്, അമ്മയുടെ അനിയത്തിമാരൊക്കെ, ഇവരൊക്കെ വന്ന് ആർക്കും ഒരു പ്രശ്നമില്ല, നിനക്കൊണ്ട് നീ ഇവിടം വരെ ഒന്ന് വാ. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഞാൻ പറഞ്ഞു, അമ്മച്ചി എനിക്കിതൊന്നും ഇഷ്ടമല്ല, എനിക്ക് വിശ്വാസം ഇല്ലെന്ന് അമ്മച്ചിക്ക് അറിയത്തില്ലെന്ന്. അപ്പൊ അമ്മച്ചി പറഞ്ഞു, നീ ഇവിടെ വന്ന് ചുമ്മാ ഈ കളത്തിന്റെ അവിടെ ഒന്ന് ഇരുന്നാ മതി, വേറെ നീ പ്രാർത്ഥിക്കുകയും വേണ്ട, നീ ഒന്നും ചെയ്യേണ്ട, അവർ ചെയ്തു. അപ്പൊ ഞാൻ ഈ ഒത്തിരി കടന്ന് നിർബന്ധിച്ച് ഞാൻ തോന്നി അമ്മച്ചിനെ എന്ന് ഞാൻ കരയിപ്പിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് എന്നും എനിക്ക് കുറ്റബോധമായിരുന്നു. ആദ്യത്തെ 20 കൊണ്ടും അമ്മച്ചിയെ വിഷമിപ്പിച്ച് ഞാൻ ഇറങ്ങി പോകുന്നല്ലോ എന്നുള്ള ആ ഒരു വലിയ വിഷമമാണ്. അപ്പൊ ഇനി വേദനിപ്പിക്കണ്ടെന്നാ പോയേക്കാന്ന് വെച്ചിട്ട് എന്നെ കൗൺസിൽ ചെയ്യുന്ന എന്നെക്കാട്ടും കൊച്ചു വെച്ച കെട്ടിച്ചിട്ടൊന്നുമില്ല, അവളെ വിളിച്ചിട്ട് ഞാൻ ഒരു മോളെ എന്നെ ഇങ്ങനെ വിളിക്കുമോ, ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ. അപ്പൊ അവളെന്നോട് ചേച്ചി ബേബി ആയിരുന്നപ്പം കർത്താവ് വിടുതൽ തന്നു, കണ്ണ് സോക്കേടായിട്ടും അത് ഇതൊക്കെ അത് കർത്താവ് അവിടെ നിന്നെല്ലാം വിടുവിച്ച് നിർത്തി. ഇന്ന് ചേച്ചിക്ക് സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കേണ്ട സമയം കഴിഞ്ഞു, ഇനി അമ്മയാണോ വലുത് കർത്താവാണോ വലുത് ഇപ്പൊ ഡിസൈഡ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊന്ന് കൺഫ്യൂഷൻ. അമ്മച്ചി അന്ന് ഡ്രൈവറെ ഓൾറെഡി എനിക്ക് പറഞ്ഞു കിട്ടും എന്നെ വിളിക്കാനായി. അപ്പൊ ഞാൻ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു ചോദിച്ചു കടയിലോട്ട്. അപ്പൊ അമ്മ റെഡി, നീ 3-4 കൊല്ലം പിടിച്ചു തന്നിട്ട് ഇപ്പൊ നീ പോയി ഹോമത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നത് അത് കഷ്ടമല്ലേ നീ, എന്നിട്ട് അപ്പഴേ പറഞ്ഞേ നീ ഒന്ന് വിളിച്ചു ചോദിക്കണേ കൊണ്ട്. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ മോളിങ്ങനെ പറഞ്ഞു, ചേച്ചി ഇവിടെ ദൈവത്തിനാണോ ആർക്കാ വാല്യൂ അറിയണോന്ന്. അപ്പൊ ഞാൻ ഈ ഡ്രൈവർ വന്ന ഉടനെ പറഞ്ഞു വിട്ടു, എന്നെ ഹസ്ബൻഡ് വിടത്തില്ല, തമ്പുരാനും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അല്ല വേറെ അതുകൊണ്ട് ഞാൻ വരുന്നില്ല. തിരിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ അമ്മ എന്നെ വിളിച്ച് പ്രാകാനൊന്നുമില്ല അതുപോലെ. എന്നിട്ട് എന്റെ പാസ്റ്ററുടെ പേര് അങ്ങയുടെ പുറകെ പോയി ഇടിഞ്ഞു പോകും നശിച്ചു. ഹസ്ബൻഡിനെ വിളിച്ചും പ്രായി. പിന്നെ ഞാൻ ചെന്നാൽ 1-2 പ്രാവശ്യം എന്നോട് മിണ്ടാതെ ജോലിക്കാരുടെ ഓഫ് കൊടുത്ത് അടച്ചിരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഓരോരുത്തരുടെയും ഞങ്ങളുടെ 2 വീട്ടിലുള്ളവരുടെ പിണക്കങ്ങളും റിജക്ഷനും അതൊക്കെ ഞങ്ങൾ ധാരാളം അനുഭവിച്ചു. ചേച്ചിയുടെ അമ്മാന്റെ ഒക്കെ എൻഗേജ്മെന്റ് ഒക്കെ ഇതുപോലെ ഓരോരുത്തർക്ക് വെച്ചത് സൺഡേ ആയിരുന്നു, അതിനൊന്നും ഞങ്ങൾ പോവാതിരുന്നു. അവരൊക്കെ ഇങ്ങനെ മാറിയെന്ന് എല്ലാവരും ഞങ്ങൾ തെരുവ് പറയുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ഈ വചനം തരുമ്പം ഇതെല്ലാം മുന്നമേ ഞങ്ങളോട് പറയുമായിരുന്നു, വീട്ടുകാരുടെ ശത്രുക്കളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ട്രെയിൻ ചെയ്ത് ഇതിനെ. ഇപ്പോഴാണെങ്കിലും പല ഡോക്ടറിൻസ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ വീട്ടിൽ ഞങ്ങളുടെ ആത്മീയത അമ്മച്ചു പുള്ളി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറേ ഡോക്ടറിനലി ഉണ്ട് നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ. അതുകൊണ്ട് അതും ഇത് കേൾക്കുമ്പോൾ സംശയങ്ങളൊക്കെ വരും ചിലപ്പോൾ, എന്നാലും അത് ആടാതിരിക്കാനായിട്ടുള്ള ഒരു. അല്ല എന്റെ ഒരു ഫ്രണ്ട് അതും കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അറിയപ്പെടുന്ന ഒരു IAS-കാരന്റെ ഭാര്യ. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് അവൾ എന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് അപ്പൊ ഞാനൊരു ശിശുവായിട്ടിരിക്കുന്ന സമയം എന്നോട് വീട്ടിൽ പറഞ്ഞു, നിന്നെ ഒരു കളിപ്പീര് പറ്റിയടി പുള്ളിക്കാരി യഹോവ സാക്ഷി. അപ്പൊ നീ യഹോവയോടെ പ്രാർത്ഥിക്കാവുന്നു, യേശുവിനോട് പ്രാർത്ഥിക്കരുത്, യേശു 2ാമതാണ്, പിതാവ് ഇതാണ്. ഇത് ഒത്തിരി വചനം എടുത്ത് തന്നെ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കർത്താവ് പറഞ്ഞില്ല, എനിക്കൊന്നും അറിയത്തില്ല, പിതാവിനെ അറിയത്തുള്ളൂ, ഞാൻ എന്നെ നല്ലവരെന്ന് വിളിക്കരുത്, അങ്ങനെ എനിക്കറിയത്തില്ല. ഒത്തിരി വചനം പിതാവ് മാത്രമുള്ളതുകൊണ്ട് യേശുവിന് ഇവളങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്ന് ഭയങ്കര സങ്കടം. ഇതുപോലെ ഞാൻ അമ്പലത്തിൽ നിന്നും അവിടുന്ന് തന്നെ പള്ളിയിലാക്കി, അവിടുന്ന് 20 കൊല്ലം കഴിഞ്ഞപ്പോ അവിടുന്ന് എടുത്ത് ഇവിടെ ആക്കി. ഇപ്പൊ ഇനി ഇതും തെറ്റാന്നാണോ? അപ്പൊ ഞാൻ വില്ലിങ്ങ, ഞാൻ ഇങ്ങനെ മുട്ടാൻ നിൽക്കുന്നു, കർത്താവ് ഞാൻ വില്ലിങ്ങ, ഇനി മാറണം, എനിക്ക് ഒരു വിഷമമില്ല, പക്ഷെ എനിക്ക് തെളിയിച്ചു തരണം. അവൾ പറഞ്ഞ എല്ലാം ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. ഞാൻ പ്രാർത്ഥിക്കുന്നതും മാറ്റി, യഹോവേ എന്ന് വിളിച്ചാ പ്രാർത്ഥിക്കുന്നത്, യഹോവേ എനിക്ക് വെളിപ്പെടുത്തുന്നു. കർത്താവ് എനിക്ക് 2 വചനം തന്നു അന്നേരം. അന്ന് തന്നെ 2 തന്നു. ഞാൻ ഒന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന്. അപ്പൊ ഏക്കലല്ല, ഇതാ ഇവിടെ പറയുന്നത്, സമത്വം ഇല്ല ദൈവവും യേശുവും തമ്മിൽ. അതാ പറഞ്ഞത്. അപ്പൊ കർത്താവ് എന്നെ കാണിച്ചത് സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപത്തില് കർത്താവ് ക്രൂശ് മരണത്തോളം തന്നെ താഴ്ത്തി അതാദ്യം കാണിച്ചു തന്നു. എന്നിട്ട് എന്റെ ലേഖനം യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം അത് കാണിച്ചു വന്നിട്ട് പറഞ്ഞു, യേശുവിൻ്റെതല്ലാത്ത ഒരു ഡോക്ടറിനില് അതിന് കഴിഞ്ഞു പോകുന്ന അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു. അത് അങ്ങനെയുള്ളവരോട് സംസാരിക്കാൻ പോലും കുശല പ്രശ്നത്തിന് പോലും പോകണ്ട അവരോടല്ല. അപ്പൊ എനിക്ക് ക്ലിയർ ആയിട്ട് അത് യേശുവിനെ യഹോവ സാക്ഷിയുടെ പിന്നെ എനിക്ക് അതിനു വേണ്ടി വചനങ്ങളുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഈ 2 വചനം എന്റെ യേശുവും ദൈവം ഒന്നായിരുന്നെന്നും അത് കളഞ്ഞിട്ടാണ് ദൈവം ഈ ക്രൂശ് മരണത്തോളം തന്നെ താൻ താഴ്ത്തി ഇറങ്ങി വന്നതെന്നും 2ാമത് ഇതിനുള്ളവരോട് ഒന്നും പറയാൻ പോകണ്ട. വീണ്ടും എന്നെ പലപ്പോഴും ഈ യഹോവസാക്ഷികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഒക്കെ എനിക്ക് ഓരോ വചനവും തരും കേട്ടോ. എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന് തോമസ് ലീഹ വിളിച്ച്
തോമസ് വിളിക്കുന്നത്. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇതിനു വേണ്ടി ചെന്ന് കർത്താവിനോട് പല വചനങ്ങൾ കേട്ട് ആടുന്ന ശിശുക്കളെ പോലെ ആയിരുന്നു. ആ ഒരു മോർണിംഗ് വചനം തന്നു. അത് പിന്നെ ഞാൻ അതും ഒക്കെ കർത്താവിന്റെ കൃപയാല് മാറ്റി. ഇന്ന് ഞങ്ങള് ദൈവകൃപയാല് സന്തോഷത്തോടെ, നരകമായിരുന്നു ശരിക്കും ഞങ്ങളുടെ വീട്. അത്രയ്ക്ക് വഴക്കും വയ്യാവിന് ഞാനാണെങ്കിൽ കൈ കിട്ടുന്നതൊക്കെ വലിച്ചു കയറുകയും എറിയുകയും ഒക്കെ ചെയ്യുന്ന അത്ര ഒരു ഷോർട്ട് ടെമ്പേർഡ് ആളും ഒക്കെയായിരുന്നു. ദൈവകൃപയാൽ അതെല്ലാം മാറ്റി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചെന്നും പ്രാർത്ഥിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനിടെ ഞങ്ങളുടെ പാസ്റ്റർ മരിച്ചെങ്കിലും ഞങ്ങളെ വേറെ രണ്ടുപേരും പാസ്റ്റർ ജാഫർ ജോസഫും രാജേഷ് മാത്യുവും പറഞ്ഞു രണ്ടുപേരുടെ അടുത്ത് ഞങ്ങൾക്ക് ആവശ്യങ്ങൾ ചോദിച്ചെന്നൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി അബദ്ധങ്ങളും ഒക്കെ പറ്റി കേട്ടോ. ഞങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ അത് പറയാതിരിക്കുന്നില്ല. ചിലപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ ഇതിന് പോയിട്ട് എന്നാന്ന്. പക്ഷെ ഞങ്ങളുടെ ദൈവം നമുക്ക് നന്മ ചെയ്യുന്നതിന് നമ്മുടെ കോപ്പറേഷനും നമ്മുടെ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഞങ്ങൾ പല ഡിസിഷൻസ് ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്തു. ഒത്തിരി തെറ്റുകൾ ഞങ്ങളുടെ ആലോചന പറഞ്ഞു തരാൻ ഞങ്ങളുടെ പാസ്റ്റേഴ്സ് റെഡിയായിരുന്നു. പക്ഷെ ഞങ്ങൾ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്ത് ഒത്തിരി അബദ്ധങ്ങൾ പറ്റി. ഫിനാൻഷ്യലി ഒക്കെ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് അതൊക്കെ എല്ലാം മേക്കപ്പ് ആയി വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ തന്ന തറവാടിൽ ചെന്നത് റെന്റഡ് ഹൗസിലാണ്. പക്ഷെ എവിടെ ആയാലും നമ്മൾ കത്താൻ വരുമ്പോൾ ഒഴുകി പോകാനായിട്ട് റെഡി ആയിരിക്കുന്നതുകൊണ്ട് അതൊന്നും എനിക്കൊന്നും ഒരു വിഷയമേ അല്ല. ആക്ച്വലി എന്റെ തമ്പുരാന്റെ കള്ളുകൂടി നിർത്തിയത് പോലും ഇന്ന് എനിക്ക് നിത്യതയോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്കതൊന്നും അല്ല. ദൈവം എനിക്ക് ചെയ്ത ഏറ്റവും വലിയ, ഇത്ര നല്ലവനായ ദൈവത്തെ രുചിച്ചറിയാനായിട്ട് ദൈവം ഇടവരുത്തി. അതാണ് അത്. എന്നെ തന്നെ എനിക്കൊരു മനുഷ്യരുടെ വായി നല്ല ഞാൻ ഒന്നും കേട്ടത് കേട്ടോ. എല്ലാം ദൈവത്തിന്റെ കൃപയാല് ദൈവം എന്നെ പഠിപ്പിച്ചു തന്നു. ഇപ്പൊ ഡൗട്ടൊക്കെ നോക്കും ഞാൻ. അതൊന്നും എന്റെ നിത്യത്തെ ബാധിക്കുന്ന വലിയ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആദ്യത്തെ പോലെ വിട്ടിറങ്ങണ്ട. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങനെ പോയി ഇരുന്ന് ചോദിക്കാറില്ല. അതാ ഞാൻ ഈയിടെ പാസ്റ്റർ ഫിന്നിയോട് ഞാൻ സന്തോഷം പറയും. ഞാനും ഇങ്ങനെ പല പല സംശയങ്ങൾ അതിന്റെ ഉത്തരമായിരുന്നു ആ സജിത് കുമാർ കണ്ണൂരിന് സജിത് പാസ്റ്ററിന് വേണ്ടി ഇട്ടത്. അതെനിക്ക് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കും ചിലതൊക്കെ. അതിന്റെ ഒരെണ്ണത്തിന്റെ ഉത്തരമായിരുന്നു കേട്ടോ. അതുപോലെ ദൈവകൃപയാലെല്ലാം സന്തോഷമായിട്ട് സാക്ഷ്യം. നല്ല സാക്ഷി, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിയായിരുന്നു മായ സിസ്റ്ററെ. എൻ്റെ സാക്ഷ്യം ചെറുതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. ദൈവം സഹായിക്കട്ടെ. കർത്താവ് സിസ്റ്റർ നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അനേകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഒത്തിരി വിപരീത ഉപദേശങ്ങളുണ്ട് ഈ ദിവസങ്ങളിൽ. ഞാനും ഈ പ്രാവശ്യം ദുരുപദേശങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആളുകളുടെ പേരുകളൊന്നും പറയുന്നില്ലെങ്കിലും ദുരുപദേശം എന്താ, തെറ്റായ ഉപദേശം എന്താ, ഇതിങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രേക്ഷകർക്ക് അത് പ്രയോജനമാകട്ടെ. എന്നെ പ്രേക്ഷകർക്ക് ഉപകാരത്തിന് വേണ്ടി ഒരു കാര്യം പറയാം. ഈ ഏത് ദൈവദാസന്മാർ പഠിപ്പിച്ചാലും അത് വചനപ്രകാരമാണോ ശരിയാണോ എന്ന് ശോധന ചെയ്യണം. അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചപ്പോൾ ബെരോവേക്കാർ അതങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചത് ശോധന ചെയ്തെങ്കിൽ നമ്മളൊക്കെ പഠിപ്പിക്കുന്ന ശോധന ചെയ്യണ്ടേ? ഫിനിപാസ്റ്റർ ഒരു പ്രസംഗം കേട്ടിട്ട് അത് വചനപ്രകാരം ശരിയാണോ എന്ന് ശോധന ചെയ്യണം. പക്ഷെ ഇപ്പം ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചില ആളുകളുണ്ട്, അവരൊരിക്കലും അവർക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കത്തില്ല. അവർ പറയുന്നത് ശരിയുള്ളതങ്ങ് ശടിക്കും. അത് കേൾക്കുമ്പോഴേ മനസ്സിലാക്കിക്കോണം ഈ വ്യക്തി ദൈവത്തിൻ്റെ വചനത്തിന് ഈ ഒരു വ്യവസ്ഥയ്ക്കകത്തല്ല നിൽക്കുന്നത്. ഞാൻ പറയുന്നത് മാത്രം ശരി. പിന്നെ ചില ആളുകളുണ്ട്, അവർ പറയും ഈ പാസ്റ്റർ പ്രസംഗമേ കേൾക്കാവുള്ളൂ, അദ്ദേഹം മാത്രമാണ് നല്ല ഡോക്ടറിൻ പഠിപ്പിക്കുന്നത്. അത് വലിയ അപകടമാണ്. അന്നേരമേ മനസ്സിലാക്കിക്കൊള്ളണം ഈ വ്യക്തികൾ ഒരു പേഴ്സണാലിറ്റി കൾട്ടിൽ കുടുങ്ങിക്കിടക്കുക. അങ്ങനെ തെറ്റുപറ്റാപരമുള്ള ഒരു പാസ്റ്ററും ഇന്നില്ല, ഒരു ടീച്ചറും ഇന്നില്ല. അതുകൊണ്ട് പ്രേക്ഷകരൊക്കെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണം. ആരെങ്കിലും പ്രസംഗിച്ചെന്ന് കേട്ടോണ്ട് നമ്മളങ്ങനെ എന്തെങ്കിലും ഉപദേശത്തിൻ്റെ പുറകെ പോലെ മായ സിസ്റ്റർ ചെയ്ത പോലെ ദൈവസന്ധി ചോദിക്കണം, കർത്താവ് ഈ ഡോക്ടറിന് ശരിയാണോ, ഞാനതിനെ പിൻപറ്റണോ, എനിക്ക് സംശയമുണ്ട്. കർത്താവ് സംസാരിക്കും. കർത്താവ് ശരിയായ മാർഗത്തിൽ നമ്മളെ നടത്തും. എൻ്റെ എന്നുള്ള പ്രാർത്ഥനയാണ്. ദൈവം വിശ്വസ്തനായിരിക്കാൻ സഹായിക്കണം. ദൈവവചനത്തിൽ തെറ്റ് പറയാൻ ഇടവരരുത്. എനിക്ക് വചനം ജനത്തെ പഠിപ്പിക്കുമ്പോൾ അബദ്ധം പറ്റരുത്. കർത്താവ് നീ എന്നെ കാത്തുകൊള്ളണം, എന്നെ പരിപാലിക്കണം, എൻ്റെ വായിക്ക് ഒരു കാവൽ നിർത്തണം. ഇങ്ങനെയൊക്കെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവദാസന്മാരും ശുശ്രൂഷിക്കുകയുള്ളൂ. എന്തായാലും നല്ല സാക്ഷ്യം. ദൈവം അനുഗ്രഹിക്കട്ടെ. മായ സിസ്റ്റർക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. സ്തോത്രപ്പ, മഹത്വപ്പ.
ഇങ്ങനൊരു അവസരം എനിക്ക് തന്ന ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവ് സ്തോത്രം. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ കർത്താവ് എനിക്ക് എപ്പോഴും സങ്കടമായിരുന്നു ആരോട് സാക്ഷ്യം പറയാനും ആരെയും ഒന്നും ചെയ്യാനും ഒന്നും പറ്റുന്നില്ലെന്നോ കർത്താവ്. ഇങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിനായിട്ട് ഞാൻ നന്ദി പറയുമോ കർത്താവ് സ്തോത്രം. എനിക്ക് ഒരു അവസരം തന്ന കർത്താവ് പാസ്റ്റർ സിസ്റ്റർ ഓർത്ത് നന്ദി പറയുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്ന അവരുടെ മിനിസ്ട്രിയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും അനുഗ്രഹമായി തീരണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. അനേകർക്ക് വെളിച്ചമായിട്ട് ഈ ചാനലിൽ അങ്ങ് വെച്ചിരിക്കുന്നോട്ട് നന്ദി പറയുന്ന കർത്താവ്. എല്ലാ പേർപ്പസും ദൈവത്തിന് എന്തെല്ലാം പേർപ്പസ് ഈ സഭയെ പറ്റിയുണ്ടോ ഈ ചാനലിനെ പറ്റിയുണ്ടോ അതെല്ലാം ഫുൾഫിൽ ചെയ്യാനപ്പ അവിടുന്ന് വലിയ കൃപ അയക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രപ്പ. ഈ സാക്ഷ്യം കേൾക്കുന്നതും കേൾക്കാൻ പോകുന്നതുമായ എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പ അവിടുന്ന് കർത്താവെ കൃപ ചൊരിയണേ അപ്പ. അങ്ങ് സംസാരിച്ചതായിട്ട് തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് കർത്താവെ ഇത് കേൾക്കുന്ന എല്ലാവരെയും കർത്താവെ ഒഫൻഡഡ് ആവാതെ ദൈവത്തെ അന്വേഷിക്കാനുള്ള ഒരു കൃപ ദൈവമേ അവിടുന്ന് കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കും അപ്പ ഈ മതത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ആൾക്കാരെ അങ്ങ് വിടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പാരമ്പര്യത്തിന്റെ ബന്ധനത്തിൽ നിന്ന് കർത്താവെ ഇവിടെയെല്ലാം വിടുവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇത് കേൾക്കുന്ന ഓരോരുത്തരും ദൈവമേ ആ പാരമ്പര്യത്തിന്റെയും പൗരോഹിത്യത്തിന്റെ എല്ലാം ബന്ധനത്തിൽ നിന്ന് ഇറങ്ങാൻ അവിടുന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടെ എന്റെ മാത്രമല്ല പല സാക്ഷ്യങ്ങളും എല്ലാം വലിയ വലിയ സാക്ഷ്യങ്ങൾ കർത്താവെ കേൾക്കുമ്പോൾ അനേകർക്ക് സൗഖ്യവും വിടുതലും യേശുവിനെ പേഴ്സണൽ ആയിട്ടൊരു എൻകൗണ്ടർ കൊടുക്കാൻ ഓരോ സാക്ഷ്യവും കർത്താവ് ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ നന്മകളും കർത്താവെ ഈ ചാനലിന് വേണ്ടി നേരുന്ന അവിടുന്ന് കൊടുത്തിരിക്കുന്ന എല്ലാത്തിനും ഡാനിയെയും ഡോണാമോളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കുടുംബമായി അങ്ങയെ സെർവ് ചെയ്യുന്ന കർത്താവെ. അങ്ങയുടെ മക്കളെ ധാരാളമായി അനുഗ്രഹിക്കുന്നതിന് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇത്രത്തോളം സമയം ഞാൻ ഇവർക്ക് കൊടുത്ത എല്ലാവർക്കും ക്ഷമിക്കും, എല്ലാം നന്ദി പറയുന്ന കർത്താവെ. സ്തോത്രം ചെയ്ത് മുന്നോട്ടും കർത്താവെ ഞങ്ങളെ അങ്ങയുടെ ചെറുകിൽ മറവിൽ കാത്തു പരിപാലിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട ഓരോരുത്തരെ അനുഗ്രഹിക്കണേ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് കേട്ടതായിട്ട് നന്ദി. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസ കാവൽ നമ്മളെല്ലാവരുടെയും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കിടന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയമായ സിസ്റ്റർമേൽ എൻ്റെ പ്രിയമുള്ളവരുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടക്കട്ടെ. ആമേൻ ആമേൻ. എല്ലാവരോടും നന്ദി പറയുക, പ്രത്യേകിച്ചും മായ സിസ്റ്ററോട് നന്ദി പറയുക. ദൈവം സഹായിക്കട്ടെ. നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. ദൈവം ധാരാളമായിട്ട് കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.